ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 6ാം ക്ലാസ്സിലെ കൂട്ടുകാർക്ക് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ബേസിക് സയൻസിൻ്റെ ആദ്യത്തെ പാഠമാണ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാം, ഇപ്രാവശ്യം മുതൽ പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. അപ്പോൾ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ എങ്ങനെയാണ് പാഠങ്ങൾ വന്നിരിക്കുന്നത്, ഏതൊക്കെ പാഠങ്ങളാണുള്ളത് നോക്കാം. അപ്പോൾ നമുക്ക് 5 യൂണിറ്റുകളാണ് ഉള്ളത്. ഫുഡ് ഫോർ ഹെൽത്ത് അങ്ങനെ പറഞ്ഞിട്ടുള്ള 5 യൂണിറ്റുകളാണ്. അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഏതാണ്? എല്ലാവരും പറഞ്ഞ് യൂണിറ്റ് 1 ഫുഡ് ഫോർ ഹെൽത്ത് എന്ന് പറയുന്ന യൂണിറ്റാണ്. അപ്പോൾ ആ യൂണിറ്റിലെ എല്ലാ കാര്യങ്ങളും, അതിലെന്തൊക്കെയാണ് പറയുന്നത്, അതിലെ ചോദ്യങ്ങളും ഉത്തരങ്ങളും അതുപോലെ തന്നെ പാഠത്തിലെ എല്ലാ കാര്യങ്ങളും അതൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോയാണിത്. അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഉപകാരപ്രദമാകുന്ന ഒരു വീഡിയോയാണ്. അപ്പോൾ നമുക്ക് വേഗം പഠിക്കാൻ പോയാലോ? നിങ്ങളെല്ലാവരും റെഡിയല്ലേ? അപ്പോൾ നമുക്ക് വേഗം പോകാം ഒന്നാമത്തെ പാഠത്തിലേക്ക്. പാഠത്തിൻ്റെ പേരെന്താണ്? ഫുഡ് ഫോർ ഹെൽത്ത്. ചാപ്റ്റർ 1 ഫുഡ് ഫോർ ഹെൽത്ത്. ഇവിടെ ഒരു അമ്മയും ഡോക്ടറും തമ്മിലുള്ള ഒരു കോൺവേഴ്സേഷനാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് വായിച്ചു നോക്കാം. ഡോക്ടർ, ഐ തിങ്ക് മൈ ഡോട്ടർ ഈസ് അണ്ടർ വെയ്റ്റ്. ഷി ഈറ്റ്സ് വെരി ലിറ്റിൽ ഫുഡ്. വാട്ട് ക്യാൻ ഐ ഡു? അപ്പോൾ എന്താണ് പറയുന്നത്? ഡോക്ടറോട് അമ്മ പറയാണ്, എൻ്റെ മോൾക്ക് ഭാരക്കുറവുണ്ടെന്ന് എനിക്കൊരു സംശയമുണ്ട്. അവൾ ആഹാരമൊക്കെ വളരെ കുറച്ചാണ് കഴിക്കുന്നത്. ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരമ്മ ചോദിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ റിപ്ലൈ പറയുകയാണ്, സ്ലൈറ്റ് weight loss is not an issue. Isn't she is a growing age? She will be fine soon, but should ensure adequate nutrition food. അപ്പോൾ ഡോക്ടർ എന്താണ് പറയുന്നത്? ചെറിയ ഭാരക്കുറവൊന്നും ഒരു പ്രശ്നമായിട്ട് കാണണ്ട. അവൾ വളരുന്ന പ്രായമല്ലേ, കുറച്ച് കഴിയുമ്പോഴൊക്കെ ഇതൊക്കെ ശരിയാകും. എങ്കിലും ആവശ്യത്തിനുള്ള ന്യൂട്രീഷൻ ഫുഡ്, അതായത് പോഷകാഹാരം കഴിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കണമെന്ന് ഡോക്ടർ പറയുകയാണ്. Did you notice the conversation between the mom and the doctor? Some of you have this kind of experience. What is mean by nutrition food? Write your guess. ഓക്കെ, അതായത് എന്താണ് ന്യൂട്രീഷൻ ഫുഡ്, എന്താണ് പോഷകാഹാരം എന്നതുകൊണ്ട് നിങ്ങൾ അർത്ഥമാക്കുന്നത്? നിങ്ങളുടെ ഒരു ഊഹം എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്താണ്? we need to get the nutrients, vitamins, minerals required for the proper growth of our body through food in right amount. Therefore it becomes nutrition when we include foods containing all this in our diet. അതായത് നമ്മൾ ന്യൂട്രീഷ്യൻസും വിറ്റാമിൻസും മിനറൽസും ഒക്കെ നമ്മുടെ ബോഡിയിലേക്ക് നല്ല രീതിയിൽ കൊടുക്കണം, നല്ല എമൗണ്ടിൽ. അതിനെയാണ് നമ്മൾ ന്യൂട്രീഷനൊക്കെ ആയിട്ടുള്ള ഒരു ഫുഡായിട്ട് നമ്മൾ പറയുന്നത്. നമ്മുടെ ഡയറ്റിൽ എന്തായാലും ഇതെല്ലാം ഉൾപ്പെടുത്തണം. അതാണ് നമ്മൾ അർത്ഥമാക്കുന്നത് എന്ന് നമുക്ക് എഴുതാവുന്നതാണ്. We have a variety of food items around us. We eat different kind of cooked and raw food. നമ്മുടെ ചുറ്റും ഒരുപാട് ഡിഫറെൻ്റ് ആയിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള ഭക്ഷണങ്ങളുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് ഭക്ഷണങ്ങൾ കഴിക്കുന്നുണ്ട്. അതായത് നമ്മൾ പാകം ചെയ്തതും എല്ലാത്തിനുമായ വ്യത്യസ്ത തരം ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കുന്നുണ്ട്. Some food items we usually eat are given in the pictures. അതായത് നമ്മൾ സാധാരണയായിട്ട് ഭക്ഷണം കഴിക്കുന്നത് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. How can we classify them? നമ്മൾ എങ്ങനെയാണ് അതിനെ തരംതിരിക്കുക? റൈറ്റ് ഡൗൺ ഇൻ സയൻസ് ഡയറി. നിങ്ങളുടെ സയൻസ് ഡയറിയിൽ എഴുതാനാണ്. അപ്പോൾ ചിത്രത്തിൽ നോക്കിയിട്ട് ആ ചിത്രങ്ങൾ എന്താണെന്ന് മനസ്സിലായിട്ട് എഴുതാനാണ്. അപ്പോൾ എ എന്ന സീരിയൽസ് ആണ്, ദെൻ ബി എന്നാണ് ഫ്രൂട്ട്സ്, ദെൻ സി എന്ന് പറയുന്നത് വെജിറ്റബിൾസ്, ഡി എന്നവിടെ പൾസസ് ആണ്, അതായത് പയറുവർഗ്ഗങ്ങളാണ്, ഇ എന്താണ് ലീഫി വെജിറ്റബിൾസ്. ദെൻ വാട്ട് ആർ ദ ഫേവറേറ്റ് ഫുഡ് ഐറ്റംസ് എമംഗ് ദം? എനി ഡിസ്ലൈക്സ്, അതായത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുള്ള ഫുഡ് എന്താണ്, എന്തെങ്കിലും ഇഷ്ടമില്ലാത്തവയുണ്ടോ, എന്തുകൊണ്ടാണെന്ന് ചർച്ച ചെയ്യാനാണ്, ഡിസ്കസ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ലെറ്റ്സ് ലിസ്റ്റ് ദ ഫുഡ് ഐറ്റംസ് യു യൂഷ്വലി ഈറ്റ് ഇൻ എ ഡേ. നിങ്ങൾ സാധാരണയായിട്ട് കഴിക്കാറുള്ള ഫുഡുകൾ എന്താണ് ലിസ്റ്റ് ചെയ്യുക, പട്ടികപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ബ്രേക്ക്ഫാസ്റ്റ്, അതുപോലെ തന്നെ ലഞ്ച്, ഡിന്നർ. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് നമ്മൾ എന്താണ് കഴിക്കുക? അപ്പോൾ നിങ്ങൾ കഴിക്കുന്നത് അവിടെ എഴുതിയാൽ മതി, ഇത് തന്നെ എഴുതണമെന്നില്ല. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ കഴിക്കുക ദോശ, ചപ്പാത്തി, അപ്പം എന്നിവയൊക്കെയാണ്. അതുപോലെ തന്നെ ലഞ്ചിന് നമ്മൾ റൈസാണ് കൂടുതൽ കഴിക്കുക. അതുപോലെ തന്നെ ബിരിയാണി അതൊക്കെയാണ് കഴിക്കുക. ദെൻ രാത്രി, അതായത് ഡിന്നറിന് നമ്മൾ കഴിക്കുന്നത് റൈസ് തന്നെ കഴിക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ കഞ്ഞി, ചപ്പാത്തി എന്നിവയൊക്കെയാണ് കഴിക്കുക. Should we eat only the food items we like? അതായത് നമുക്ക് ഇഷ്ടമുള്ള ആഹാരങ്ങൾ മാത്രമാണോ നമ്മൾ കഴിക്കേണ്ടത്? Pay attention to the conversations below. അപ്പോൾ താഴെ കൊടുത്തിട്ടുള്ള സംഭാഷണം വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവിടെ ഒരു ബോയ് പറയാണ്,
മൈ ഫേവറേറ്റ് ഡിഷ് ഈസ് അപ്പൻ ആൻഡ് ബംഗാൾ ഗ്രാം കറി. അതായത് അവനക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് അപ്പവും കടലക്കറിയുമാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു ഗേള് പറയാണ് ഐ ലവ് പുട്ടു ആൻഡ് ബനാന. അതായത് പുട്ടും പഴവുമാണ് ആ കുട്ടിക്ക് ഏറ്റവും ഇഷ്ടം. അതിനു ശേഷം അടുത്തൊരു കുട്ടി പറയുകയാണ് ഐ ഈറ്റ് ന്യൂഡിൽസ് എവറി ഡേ. മൈ മോം പ്രിപ്പയർ ന്യൂഡിൽസ് ഫോർ മീ ഡെയിലി. ഞാൻ ദിവസവും കഴിക്കാറെന്താണ് ന്യൂഡിൽസാണ്. എൻ്റെ അമ്മ എനിക്ക് എന്നും ന്യൂഡിൽസ് ഉണ്ടാക്കി തരുമെന്ന് പറയാണ്. അപ്പോൾ 3 ആളുകളും പറയുന്നത് നമ്മൾ മനസ്സിലാക്കി. ഡിഡ് യു നോട്ടീസ് വാട്ട് ആർ ദ 3 ചിൽഡ്രൻ സെഡ്? നിങ്ങൾ 3 പേരും പറഞ്ഞത് ശ്രദ്ധിച്ചിട്ടില്ലേ? വിൽ ദ ഫുഡ് ദേ ലൈക്ക് ബി ഇനഫ് ഫോർ ദ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് ദിസ് 3? അതായത് ഇവരുടെ 3 പേരുടെയും ആരോഗ്യത്തിനും അല്ലെങ്കിൽ വളർച്ചയ്ക്കുമൊക്കെ ഇവർ ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ മാത്രം മതിയോ? റൈറ്റ് ഡൗൺ യുവർ ഒപ്പീനിയൻ പ്രസൻറ്റ് ഇൻ ദ ക്ലാസ് ആൻഡ് എക്സ്പ്ലെയിൻ. അതായത് നിങ്ങളുടെ അഭിപ്രായം എഴുതാനും അത് പറയാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താ നമുക്ക് പറയാം? നോട്ട്, അതായത് ശരിയല്ല അല്ല അവർ ചെയ്യുന്നത്. അവർ മാത്രം കഴിക്കുന്നത് മതിയാകില്ല അവർക്ക്. നോട്ട് ഇനഫ് ബിക്കോസ് ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ഓഫ് അവർ ബോഡി വി നീഡ് ടു ഗെറ്റ് ന്യൂട്രീഷൻസ് വിറ്റമിൻസ് മിനറൽസ് റിക്വയർഡ് ത്രൂ ദ ഫുഡ് ഇൻ ദ റൈറ്റ് എമൗണ്ട്. വി ഷുഡ് ഈറ്റ് സച്ച് ഫുഡ്സ്. അതായത് നമുക്ക് ഇഷ്ടപ്പെട്ടത് മാത്രമല്ല കഴിക്കേണ്ടത്, നമുക്ക് ഹെൽത്തിനും ആരോഗ്യത്തിനും അതുപോലെ തന്നെ നമ്മുടെ എല്ലാ കാര്യങ്ങളും ചെയ്യണമെങ്കിൽ നമ്മൾ നല്ല രീതിയിലുള്ള ഒരു ഡയറ്റ് തന്നെ ഫോളോ ചെയ്യണം. നല്ല രീതിയിൽ മിനറൽസും വിറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ വേണം നമ്മൾ കഴിക്കാൻ. വൈ ഫുഡ്? എന്താണ് ഫുഡ്? എന്തിനാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. വൈ ഡു വി ഈറ്റ് ഫുഡ്? എന്തിനാണ് നാം ഫുഡ് കഴിക്കുന്നത്? വാട്ട് ഡു വി ഗെറ്റ് ഫ്രം ഫുഡ്? എന്താണ് നമുക്ക് ഫുഡിൽ നിന്ന് ലഭിക്കുന്നത്? റീഡ് ആൻഡ് റൈറ്റ് അപ്പ് ഫ്രോം എ ചിൽഡ്രൻസ് മാഗസിൻ. അതായത് കുട്ടിയുടെ മാസികയിൽ വന്ന ഒരു കുറിപ്പ് വായിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അവർ ഹെൽത്ത്, നമ്മുടെ ആരോഗ്യം. ഫുഡ് പ്രൊവൈഡ്സ് എനർജി ഫോർ അവർ ഡെയിലി ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ്. നമ്മുടെ ശാരീരികമായിട്ടുള്ള പ്രവർത്തനങ്ങൾക്ക് വലിയൊരു ആവശ്യമുള്ളതാണ് നമ്മുടെ ഫുഡ്, ആഹാരം എന്ന് പറയുന്നത്. ന്യൂട്രീഷൻസ് ആർ ദ കമ്പോണൻറ്റ്സ് റിക്വയർഡ് ഫോർ അവർ ഗ്രോത്ത് ടു മെയിൻറ്റെയിൻ ഹെൽത്ത് ആൻഡ് ടു പ്രിവെൻറ്റ് ഡിസീസസ്. അതായത് എന്താണ് നമ്മുടെ വളർച്ചയ്ക്കും അതുപോലെ തന്നെ നമ്മുടെ ഹെൽത്തും നിലനിൽക്കണമെങ്കിൽ, അതുപോലെ നമുക്ക് ആരോഗ്യങ്ങളൊന്നും വരാണ്ട് നിൽക്കണമെങ്കിൽ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പ്രധാനപ്പെട്ടിട്ടുള്ളൊരു ഘടകമാണ് എന്ത്? ന്യൂട്രിയൻസ് എന്ന് പറയുന്നത്. ഓക്കെ, we obtain nutrients from food items. നമുക്ക് ഈ ന്യൂട്രിയൻസ് എങ്ങനെയാണ് കിട്ടുന്നത്? ഭക്ഷണങ്ങളിലൂടെയാണ്, ഭക്ഷണ പദാർത്ഥങ്ങളിലൂടെയാണ്. കാർബോഹൈഡ്രേറ്റ്സ്, പ്രോട്ടീൻ, ഫാറ്റ്സ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ ദ ന്യൂട്രിയൻസ് പ്രസൻറ്റ് ഇൻ ഫുഡ് ഐറ്റംസ്. അതായത് ഭക്ഷണങ്ങളിൽ അടങ്ങിയിട്ടുള്ളത് എന്തൊക്കെയാണ്? കാർബോഹൈഡ്രേറ്റ്സ്, അതുപോലെ തന്നെ പ്രോട്ടീൻസ്, അതുപോലെ തന്നെ ഫാറ്റ്, കൊഴുപ്പുകൾ, വിറ്റമിൻസ്, അതുപോലെ മിനറൽസ് എന്നിവയൊക്കെയാണ് നമുക്ക് ഫുഡിൽ അടങ്ങിയിട്ടുള്ളത്. ദെൻ വാട്ടർ ഈസ് നോട്ട് എ ന്യൂട്രിയൻ കമ്പോണൻറ്റ്. അതായത് വെള്ളം എന്ന് പറയുന്നത് എന്താണ്? ഒരു ഭക്ഷ്യവസ്തുവല്ല. ഇറ്റ് ഈസ് എൻ ഇമ്പോർട്ടൻറ്റ് റിക്വയർഡ് ഫോർ അവർ ബോഡിലി ആക്ടിവിറ്റീസ്. പക്ഷേ അത് വളരെയധികം പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ ശാരീരിക പ്രവർത്തനങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ഓൾ ഫുഡ് ഐറ്റംസ് മേ നോട്ട് കണ്ടെയ്ൻ ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി. എല്ലാ ഫുഡിലും നമുക്ക് എല്ലാ പോഷകാഹാരങ്ങളും പോഷകഘടകങ്ങളും ഉണ്ടായിരിക്കണമെന്നില്ല നല്ല അളവിൽ. ഹാൻസ് വി ഈറ്റ് എ വെറൈറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് പ്രിപ്പയർ ബൈ യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്. അപ്പോൾ പല സാധനങ്ങൾ ഉപയോഗിച്ച് നമ്മൾ വൈവിധ്യമാർന്നിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മൾ കഴിച്ചാൽ മാത്രമാണ് നമുക്ക് എല്ലാ പോഷകങ്ങളും നമുക്ക് ലഭിക്കുകയുള്ളൂ. ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് വി ഈറ്റ്, ഇറ്റ്സ് ക്വാളിറ്റി ഓഫ് ആൻഡ് ടൈം ഓഫ് കൺസംഷൻസ് ഇൻഫ്ലുവൻസ് അവർ ഹെൽത്ത്. സോ എവറി വൺ ഷുഡ് ബി ഈറ്റ് ന്യൂട്രിയൻ ഫുഡ്. അതായത് എന്താ പറയുന്നത്? നാം കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ അളവും അതുപോലെ തന്നെ കഴിക്കുന്ന സമയം, അതിൻ്റെയൊക്കെ ഗുണം, അതൊക്കെ നമ്മുടെ ആരോഗ്യത്തെ നമുക്ക് സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും നല്ല ന്യൂട്രിയൻസ് ആയിട്ടുള്ള ഫുഡ് ഐറ്റംസ് കഴിക്കണമെന്നാണ് പറയുന്നത്. ഡിഡ് യു റീഡ് ദ റൈറ്റപ്പ്? നിങ്ങൾ ഈ റൈറ്റപ്പ് വായിച്ചില്ലേ എന്നാണ് ചോദിക്കുന്നത്. ദെൻ അനലൈസ് ഇറ്റ് യൂസിങ് ദ ഇൻഡിക്കേറ്റേഴ്സ് ഗിവൺ ബിലോ. താഴെ കൊടുത്തിരിക്കുന്ന ഇൻഡിക്കേറ്റേഴ്സ് ഉപയോഗിച്ചിട്ട് ഈ കുറിപ്പ് വിശകലനം ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ആർ ദ മേജർ ന്യൂട്രിയൻസ്? ഏതൊക്കെയാണ് പ്രധാനപ്പെട്ടിട്ടുള്ള ന്യൂട്രിയൻസ്? കാർബോഹൈഡ്രേറ്റ്സ്, ഫാറ്റ്, മിനറൽസ്, വിറ്റമിൻസ് ആൻഡ് പ്രോട്ടീൻസ് ഒക്കെയാണ്. അപ്പോൾ നമുക്ക് ഈ കുറിപ്പ് വായിച്ചിട്ടുണ്ടെങ്കിൽ മനസ്സിലാകുന്നതാണ് ഈ ചോദ്യങ്ങളെല്ലാം. ദെൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നീഡ് ഫോർ പ്രിപ്പയറിംഗ് ഫുഡ് യൂസിങ് ഡിഫറെൻറ്റ് ഇൻഗ്രീഡിയൻസ്? വിവിധ തരം എന്താ പറയുക ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ച് ആഹാരം തയ്യാറാക്കുന്നതിൻ്റെ ആവശ്യകത, ഇമ്പോർട്ടൻസ് എന്താണ്? അതായത് എല്ലാ ഫുഡിൽ നിന്നും നമുക്ക് ഒരു ഫുഡിൽ നിന്ന് തന്നെ
തന്നെ എല്ലാതും ലഭിക്കണമെന്നില്ല. അതുകൊണ്ടാണ് നമ്മൾ വിവിധ ഫുഡുകൾ ഓരോ ഭക്ഷ്യവസ്തുക്കൾ ഉപയോഗിച്ചിട്ടുണ്ടാക്കുന്നത്. ഓൾ ഫുഡ് ഐറ്റംസ് മെ നോട്ട് കണ്ടെയ്നിങ് ഓൾ എസെൻഷ്യൽ ന്യൂട്രിയൻസ് ഇൻ അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ആൻഡ് we should eat variety of food items prepared by using different ingredients. Okay, then third question, why do we eat nutrient rich food? എന്തുകൊണ്ടാണ് നമ്മൾ ന്യൂട്രിയൻ റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുന്നത്? അപ്പോൾ nutrients are the components required for our growth, maintaining health and to prevent diseases. We obtain nutrients present in food items. Okay, then write down your findings in science diary. Let's inquire more about the nutrients in food. അതായത് നമ്മുടെ ന്യൂട്രിയൻ ഫുഡിനെ കുറിച്ചുള്ള കൂടുതൽ കാര്യങ്ങൾ അറിയുമെങ്കിൽ അത് അന്വേഷിച്ചിട്ട് നമ്മൾ നോട്ട്ബുക്കിൽ എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്കത് വേണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ടീച്ചറോടൊക്കെ ചോദിച്ചിട്ട് സഹായത്തോടെ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണിത്. നമുക്കിനി അടുത്ത ടോപ്പിക്കിലേക്ക് കടക്കാം. To obtain energy, അതായത് നമുക്ക് എനർജി ലഭിക്കണമെങ്കിൽ ഡു വി ഈറ്റ് ഫുഡ് ടു എൻജോയ് ദ ടേസ്റ്റ് ആൻഡ് ടു സാറ്റിസ്ഫൈ ഹങ്കർ അലോൺ? അതായത് നമ്മുടെ വിശപ്പ് മാറ്റാനും അതുപോലെ തന്നെ ഫുഡ് ആസ്വദിക്കാനും വേണ്ടി മാത്രമാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് യു യൂഷ്വലി എൻഗേജ് ഇൻ എ ഡേ? നമ്മൾ ഒരു ദിവസം എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് ചെയ്യുന്നത്? ഒബ്സർവ് ദ പിക്ചർ, അതായത് ഈ ചിത്രം നോക്കാനാണ്. അപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്യും? നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ഒരു ദിവസം തന്നെ ചെയ്യുന്നുണ്ടല്ലേ. നമ്മൾ കളിക്കുന്നുണ്ട്, അതുപോലെ തന്നെ പഠിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ഫുട്ബോൾ കളിക്കുക, അതൊക്കെയാണ് ആ ചിത്രത്തിൽ കാണിക്കുന്നത്. വാട്ട് ആർ ദ ആക്ടിവിറ്റീസ് ഡു യു സീൻ ഇൻ ദ പിക്ചർ? അപ്പം നമ്മൾ പറഞ്ഞു ഈ ചിത്രത്തിൽ കാണുന്നത് എന്തൊക്കെയാണെന്ന് നമ്മൾ പറഞ്ഞു. ഡോൺ ദിസ് ആക്ടിവിറ്റീസ് ദി റിക്വയർഡ് എനർജി? അപ്പോൾ ഈ ആക്ടിവിറ്റീസിനൊക്കെ നമുക്ക് എനർജി ആവശ്യമുണ്ടല്ലേ. ഡു ദിസ് ആക്ടിവിറ്റീസ് റിക്വയർ ദ സെയിം എമൗണ്ട് ഓഫ് എനർജി? അതായത് ഇവയ്ക്ക് എല്ലാത്തിനും നമുക്ക് ഒരേ അളവിലാണോ എനർജി വേണ്ടത്? അല്ല, നമുക്ക് ഓരോന്നിനും പഠിക്കാൻ വേണ്ട എനർജി ആയിരിക്കില്ല, കളിക്കാൻ വേണ്ടത്, എല്ലാത്തിനും ഓരോ തരത്തിലാണ് നമുക്ക് എനർജി വേണ്ടത്. ഫ്രം വേർ ഈസ് ദ എനർജി റിക്വയർഡ് ഫ്രം ദിസ് ആക്ടിവിറ്റീസ് ഒബ്റ്റെയിൻ? അപ്പോൾ എവിടെ നിന്നാണ് ഇതിനെല്ലാം ഉള്ള എനർജി നമുക്ക് ലഭിക്കുന്നത്? ലെറ്റ്സ് എക്സാമിൻ, നമുക്ക് നോക്കി നോക്കാം. കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് എന്താണെന്ന് നോക്കാം. എനർജി റിക്വയർഡ് ഫോർ ദ ബോഡി ഈസ് മെയിൻലി ഒബ്റ്റെയിൻ ഫ്രം കാർബോഹൈഡ്രേറ്റ്സ്. അതായത് നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള ഏറ്റവും കൂടുതൽ എനർജി ഏറ്റവും കൂടുതലായി ലഭിക്കുന്നത് കാർബോഹൈഡ്രേറ്റിൽ നിന്നാണ്. Carbohydrate is found in food items in different form like starch, sugar, glucose, celluloids and fibers. അതായത് കാർബോഹൈഡ്രേറ്റ്സ് എന്താണ്? കാർബോഹൈഡ്രേറ്റ്സ് പലതരത്തിലാണ് നമുക്ക് ഭക്ഷണങ്ങളിൽ നിന്ന് ലഭിക്കുന്നത്. അതായത് ഗ്ലൂക്കോസ് ഐറ്റം, സ്റ്റാർച്ച് ഐറ്റം, ഷുഗർ ഐറ്റം, സെല്ലുലോയിഡ്സ് ഐറ്റം, ഫൈബർ ഐറ്റം. സ്റ്റാർച്ച് ഈസ് പ്രസൻറ്റ് ഇൻ അബണ്ടൻറ്റ് ഇൻ സീരിയൽസ് ആൻഡ് ട്യൂബേഴ്സ്. അതായത് സ്റ്റാർച്ച് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്നത് ധാന്യങ്ങളിലും കിഴങ്ങുവർഗ്ഗങ്ങളിലും ആണ്. Then what are the food items that should be included more in our diet to get required amount of energy? അതായത് നമുക്ക് കൂടുതലായിട്ട് എനർജി ലഭിക്കണമെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മൾ നല്ല പഴവർഗ്ഗങ്ങളും അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറഞ്ഞു സ്റ്റാർച്ച് ഏറ്റവും കൂടുതലുള്ളത് കിഴങ്ങ് വർഗ്ഗങ്ങളിലും ധാന്യങ്ങളിലും ഒക്കെയാണ്. അപ്പോൾ അതൊക്കെ നന്നായി കഴിച്ചാൽ മതി. ഇനി ഇവിടെ കുട്ടി പറയുകയാണ് എന്താണ്? ഐ ഡ്രിങ്ക് മിൽക്ക് ഡെയിലി, ഡു ഐ ഗെറ്റ് സ്റ്റാർച്ച് ഫ്രം മിൽക്ക്? ഞാൻ എന്നും പാല് കുടിക്കും, പാലിൽ നിന്ന് എനിക്ക് സ്റ്റാർച്ച് ലഭിക്കുമോ എന്ന് കുട്ടി ചോദിക്കുകയാണ്. അപ്പോൾ ഓൾ ഫുഡ് ഐറ്റംസ് കണ്ടെയ്ൻ സ്റ്റാർച്ച്? എല്ലാ ഭക്ഷണത്തിലും സ്റ്റാർച്ച് ഉണ്ടാകുമോ? നിങ്ങളുടെ ഊഹം എന്താണ്? വാട്ട് ആർ തിങ്കിങ്? നമുക്ക് നോക്കി നോക്കാം. എല്ലാത്തിലും ഉണ്ടാകില്ല, അതായത് ചിലതിൽ കൂടുതലായിരിക്കും. അപ്പോൾ നമുക്കൊരു ടെസ്റ്റിലൂടെ അത് കണ്ടെത്താം. How do we find out if starch is present in food? Let us do an experiment. അപ്പോൾ നമുക്കൊരു പരീക്ഷണം ചെയ്ത് നോക്കാം. Iodine test. Materials required. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്? 2 test tubes, milk, diluted iodine solution, rice water. അപ്പോൾ അതൊക്കെയാണ് കഞ്ഞിവെള്ളം, അതുപോലെ 2 ടെസ്റ്റ് ട്യൂബ്, അത് പാല്, അതുപോലെ തന്നെ ഡൈല്യൂട്ടഡ് നേർപ്പിച്ചിട്ടുള്ള അയഡിൻ ലായനി എന്നിവയാണ് ആവശ്യമായ സാധനങ്ങൾ. ഇനി അതിൻ്റെ പ്രൊസീജിയർ അല്ലെങ്കിൽ ആക്ടിവിറ്റി നോക്കാം. ടേക്ക് 2 ടെസ്റ്റ് ട്യൂബ്സ്, അതായത് 2 ടെസ്റ്റ് ട്യൂബ് എടുക്കുക. ടേക്ക് മിൽക്ക് ഇൻ 1 ടെസ്റ്റ് ട്യൂബ് ആൻഡ് റൈസ് വാട്ടർ ഇൻ അനദർ. അതായത് ഒന്നിൽ മിൽക്ക്, അതായത് പാലും, രണ്ടാമത്തേതിൽ കഞ്ഞിവെള്ളവും എടുക്കുക. ദെൻ ആഡ് 2 or 3 drops ഓഫ് അയഡിൻ സൊല്യൂഷൻ ടു ഈച്ച് ടെസ്റ്റ് ട്യൂബ്. ഓരോ ടെസ്റ്റ് ട്യൂബിലും 2-3 തുള്ളി അയഡിൻ സൊല്യൂഷൻ ചേർക്കുക. എന്നിട്ട് എന്താ ചെയ്യുന്നത്? ഒബ്സർവ് ദ കളർ ചേഞ്ച് ഇൻ ദ ബോത്ത് ടെസ്റ്റ് ട്യൂബ് വെൻ ഡൈല്യൂട്ട് സൊല്യൂഷൻ ഈസ് ആഡഡ്. അതായത് ഈ അയഡിൻ സൊല്യൂഷൻ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിലുണ്ടാകുന്ന കളറിലുണ്ടാകുന്ന വ്യത്യാസം നിരീക്ഷിക്കുക. റിപ്പീറ്റ് ദ സെയിം എക്സ്പെരിമെൻറ്റ് വിത്ത് അതർ ഫുഡ് ഐറ്റംസ് യു ഈറ്റ്. നമ്മൾ കഴിക്കുന്ന വസ്തുക്കളിൽ ഈ പരീക്ഷണം ആവർത്തിച്ച് ചെയ്യുക. റെക്കോർഡ് യുവർ ഫൈൻഡിങ്സ് ഇൻ ടേബിൾസ്. അതായത് ഇനി നമുക്കൊരു ടേബിൾ കൊടുക്കുന്നുണ്ട്. ആ ടേബിളിൽ നമുക്ക് എന്താണ് അത് ചെയ്തിട്ടുള്ള
ലഭിച്ചത് അത് എഴുതാനാണ്. അപ്പോൾ നിങ്ങൾക്കത് ക്ലാസ്സിൽ നിങ്ങൾക്ക് ടീച്ചർ ചെയ്ത് കാണിക്കുന്നുണ്ടാകും. അപ്പോൾ അതിന് ശേഷം എഴുതണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും എഴുതാം. അപ്പോൾ നമ്മളിത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് കിട്ടുക എങ്ങനെയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫുഡ് ഐറ്റംസ് പൊട്ടാറ്റോയിൽ എന്താണ് വരിക? പൊട്ടാറ്റോയിൽ വരുന്നത് ചേഞ്ച് ഇൻ കളർ വെൻ അയഡിൻ സൊല്യൂഷൻ ഈസ് ആഡഡ്. അയഡിൻ സൊല്യൂഷൻ ചെയ്യുമ്പോൾ പൊട്ടാറ്റോയിൽ നമുക്ക് ഡാർക്ക് ബ്ലൂ കളറാണ് വരിക. ദെൻ ക്യൂക്കുംബറിൽ നമുക്ക് നോ കളർ ചേഞ്ച് ആണ് ഉണ്ടാവുക. ദെൻ മൈദയിൽ എന്താണ് ഉണ്ടാവുക? ഡാർക്ക് ബ്ലൂ കളറാണ് ഉണ്ടാവുക. എഗ് വൈറ്റിൽ നോ കളർ ചേഞ്ച് ആണ് ഉണ്ടാവുക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇത് ചെയ്യേണ്ടത്. When iodine combines with starch, a dark blue color is formed. അതായത് നമ്മൾ ഈ അയഡിനും ഈ സ്റ്റാർച്ചുമായി ചേരുമ്പോൾ നമുക്ക് ഡാർക്ക് കളറായിട്ടാണ് ഉണ്ടാവുക. ഡിപ്പെൻഡിങ് ഓൺ ദ ക്വാണ്ടിറ്റി ഓഫ് സ്റ്റാർച്ച് ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ വാരീസ്. അതായത് സ്റ്റാർച്ച് അതിലുണ്ടാകുന്നതിൻ്റെ അളവ് അനുസരിച്ചിട്ടാണ് ഈ കളറിൽ മാറ്റങ്ങളും വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാവുക. ഫൈൻഡ് ഔട്ട് ദ ഫുഡ് ഐറ്റംസ് വിത്ത് മോർ സ്റ്റാർച്ച് കണ്ടെയ്നിങ് ബേസ്ഡ് ഓൺ ദ ഇൻറ്റൻസിറ്റി ഓഫ് ബ്ലൂ കളർ ഫോംഡ് വെൻ അയഡിൻ വാസ് ആഡഡ്. യു ആർ ഓൾറെഡി ലിസ്റ്റ് the food items you usually eat. Analyze the table and examine whether more food items you consume containing starch. അതായത് നമ്മൾ പരിശോധിച്ചിട്ടുള്ള ഈ ഫുഡ് ഐറ്റംസിൽ ഏതിലെല്ലാമാണ് ഏറ്റവും കൂടുതൽ സ്റ്റാർച്ച് ഉള്ളത് എന്ന് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ നിറം ഏതിനാണ് വരിക എന്നൊക്കെ നിരീക്ഷണത്തിലൂടെ കണ്ടെത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഫർദർ റീഡിംഗ് ആണ് ഈ ബോക്സിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അത് പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയില്ല. ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കുന്നുള്ളൂ. അപ്പോൾ ഇത് നിങ്ങൾ വളരെ പ്രധാനപ്പെട്ടിട്ട് പഠിക്കേണ്ട കാര്യമില്ല കേട്ടോ. അപ്പോൾ ചെറുധാന്യങ്ങൾ, അതായത് മില്ലറ്റ്സിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. മില്ലറ്റ്സ് ആർ ദ ക്രോപ്സ് വിച്ച് ബിലോങ്സ് ടു ഗ്രാസ് സ്പീഷീസ്. അതായത് മില്ലറ്റ്സ് എന്തിൽ പെടുന്നതാണ്? പുല്ലുവർഗ്ഗത്തിൽ പെടുന്നതാണ് മില്ലറ്റ്സ് എന്ന് പറയുന്നത്. മില്ലറ്റ്സ് കണ്ടെയ്നിങ് ഹയർ ക്വാണ്ടിറ്റീസ് ഓഫ് പ്രോട്ടീൻ, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ദാൻ റൈസ് ആൻഡ് വീറ്റ്. അതായത് റൈസിനേക്കാൾ വീറ്റിനേക്കാൾ കൂടുതൽ പ്രോട്ടീനും വിറ്റമിൻസും ഒക്കെ ഉണ്ടാകുന്നത് മില്ലറ്റ്സുകളിലാണ്. മില്ലറ്റ്സ് വിച്ച് ആർ റിച്ച് ഇൻ ഫൈബേഴ്സ് പ്ലേ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഡൈജഷൻ. അതായത് നമ്മുടെ ഡൈജഷനിൽ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നത് മില്ലറ്റ്സ് ആണ്. ഓക്കെ. In past, millets were used as food for animals and birds. അതായത് എന്താണ് പറയുന്നത്? പാസ്റ്റ്, അതായത് മുൻകാലങ്ങളിൽ പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഒക്കെ ഭക്ഷണമായിട്ട് ഈ മില്ലറ്റ്സ് ഉപയോഗിച്ചിരുന്നു. ഹ്യൂമൻസ് ഓൾസോ സ്റ്റാർട്ടഡ് കൺസ്യൂമിങ് മില്ലറ്റ്സ് ആഫ്റ്റർ റിയലൈസിങ് ദയർ ന്യൂട്രീഷൻസ് വാല്യൂ. അതിൻ്റെ മനുഷ്യരും പിന്നീട് അത് ഉപയോഗിച്ചിട്ടുണ്ട്. അതിൻ്റെ പോഷകമൂല്യം മനസ്സിലാക്കിയതിന് ശേഷം മനുഷ്യരും ഉപയോഗിച്ചിട്ടുണ്ട് ആഹാരമായിട്ടൊക്കെ. മില്ലറ്റ്സ് ഇൻക്ലൂഡ് ഫിംഗർ മില്ലറ്റ്സ്, ബജ്ര, ഫോക്സ്റ്റെയിൽ മില്ലറ്റ്, മൈസ്, ലിറ്റിൽ മില്ലറ്റ്സ് എക്സെട്ര. അതായത് ഏതൊക്കെയാണ്? രാഗി, അതുപോലെ തന്നെ ബജ്ര, അതുപോലെ ചോളം, അതൊക്കെയാണ് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഇനി ഫോർ ഗ്രോത്ത് ആണ്, നമ്മുടെ വളർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഈസ് ഇറ്റ് ഇനഫ് ടു ഇൻക്ലൂഡ് ഓൺലി കാർബോഹൈഡ്രേറ്റ് ഇൻ അവർ ഡയറ്റ്? നമ്മുടെ ഡയറ്റിൽ കാർബോഹൈഡ്രേറ്റ്സ് മാത്രം മതിയോ? ലെറ്റ്സ് ഫൈൻഡ് അതർ ന്യൂട്രിയൻസ് നീഡഡ് ഫോർ അവർ ബോഡി. നമ്മുടെ ബോഡിക്ക് മറ്റുള്ള ആവശ്യങ്ങൾ, മറ്റുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ് വേണ്ടതെന്ന് നോക്കാം. ഇനി നമുക്ക് പ്രോട്ടീൻ്റെ ഭാഗത്തിലേക്ക് കടക്കാം. അപ്പോൾ നമ്മളിപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് പഠിച്ചു. ഇനി അടുത്തത് പ്രോട്ടീൻ. അപ്പോൾ ഇവിടെ ഒരു അമ്മയും ഒരു ഡോക്ടറും തമ്മിലുള്ള കോൺവെർസേഷൻ തന്നെയാണ് ഇവിടെയും കൊടുത്തിട്ടുള്ളത്. അപ്പോൾ മദർ പറയാണ്, ഡോക്ടർ, മൈ സൺ ഓൾവേസ് സേസ് ദാറ്റ് ഹി ഫീൽസ് വെരി ടയേർഡ്. ഹി ഡസൻറ്റ് ഹാവ് ദ എനർജി ടു ഡു എനിത്തിങ്. അതായത് എൻ്റെ മോൻക്ക് ഒരു ഉഷാറൊന്നുമില്ല, എപ്പോഴും അവനക്ക് ഇങ്ങനെ ക്ഷീണമായിട്ടാണെന്ന് പറയുകയാണ് അമ്മ. അപ്പോൾ ഡോക്ടർ പറയാണ്, ദ ചൈൽഡ് ഹാസ് ഗ്രോത്ത് ഇഷ്യൂ. അതായത് ഈ കുട്ടിക്ക് വളർച്ചയിൽ എന്തോ പ്രശ്നമുണ്ട്. ഗീവ് ഹിം ഫുഡ് ലൈക്ക് എഗ്, ഗ്രീൻ ഗ്രാം, ഗ്രൗണ്ട്നട്ട്, ഫിഷ്, മിൽക്ക് എക്സെട്ര ഇൻ പ്ലെൻറ്റി. അപ്പോൾ ഇവൻക്ക് മുട്ട, അതുപോലെ തന്നെ ചെറുപയർ, മത്സ്യം, പാല്, അതുപോലെ തന്നെ നിലക്കടല എന്നിവ ധാരാളമായിട്ട് ഭക്ഷണമായി കൊടുക്കാൻ ഡോക്ടർ ആവശ്യപ്പെടുകയാണ്. ഡിഡ് യു നോട്ടീസ് വാട്ട് ദ ഡോക്ടർ ടോൾ ദ ചിൽഡ്രൻസ് മോം? നിങ്ങൾ ഈ ഡോക്ടർ അമ്മയോട് പറഞ്ഞത് ശ്രദ്ധിച്ചില്ലേ? വാട്ട് ഡസ് ദ ഡോക്ടർ സേസ്? എന്താണ് ഡോക്ടർ ഇതിലൂടെ പറയുന്നത്? അതായത് എന്താണ് ഇങ്ങനെ പറയാൻ കാരണം? ആ കുട്ടിക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഉണ്ട്, അതായത് പ്രോട്ടീൻ ഇല്ലാത്തത് കൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ദെൻ റീഡ് ദ സജഷൻസ് ഗിവൺ ബൈ ദ ഡയറ്റീഷ്യൻ ഇൻ എ പ്രോഗ്രാം ഓർഗനൈസ്ഡ് ബൈ ദ ഹെൽത്ത് ക്ലബ് ഇൻ സ്കൂൾ. അതായത് ഒരു സ്കൂളിൽ ഹെൽത്ത് ക്ലബിൻ്റെ ഒരു സജഷൻസ്, അതായത് ഒരു നിർദ്ദേശമാണ് ഒരു ഡയറ്റീഷ്യൻ്റെ. എന്താണ് പറയുന്നത്? പ്രോട്ടീൻ ഈസ് എ ന്യൂട്രിയൻ എസെൻഷ്യൽ ഫോർ ദ ഗ്രോത്ത് ആൻഡ് ബോഡി ബിൽഡിംഗ്. പ്രോട്ടീൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് മസിൽസ്, ഹെയർ ആൻഡ് സ്കിൻ. മോറോവർ പ്രോട്ടീൻ പ്രൊവൈഡ്സ് എനർജി. ഡെഫിഷ്യൻസി of protein causes diseases like kwashiorkor and marasmus. അതായത് ക്വാഷിയോക്കറും മരാസ്മസ് എന്നീ രോഗങ്ങളൊക്കെ ഉണ്ടാകുന്നു. അതുപോലെ തന്നെ ക്വാഷിയോക്കർ ബാധിച്ച കുട്ടിയുടെ ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശരീരത്തിന് വളരെയധികം ആവശ്യമായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു പ്രോട്ടീൻ ന്യൂട്രിയൻ ആണെന്ന് പറയുന്നത്. പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മുടെ തലമുടിക്കും അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിനും അത് എല്ലാത്തിനും വളരെയധികം ആവശ്യമായിട്ടുള്ളതാണ്. ഓക്കെ. അപ്പോൾ ഇവിടെ
ഇവിടെ ക്വസ്റ്റ്യൻ കൊടുത്തിട്ടുണ്ട് വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് പ്രോട്ടീൻ. അപ്പോൾ നിങ്ങൾ ആ ബോക്സിൽ ഉള്ള കാര്യങ്ങൾ എഴുതിയാൽ തന്നെ അതിൻ്റെ ഉത്തരം വരുന്നുണ്ട്. വാട്ട് ആർ ദ ഡിസീസസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് പ്രോട്ടീൻ. അതിൻ്റെ ഉത്തരം അവിടെ ഉണ്ട്. കോഷിയോക്കർ, മരാസ്മസ് എന്ന് പറയുന്ന 2 രോഗങ്ങളാണ് പ്രോട്ടീൻ്റെ അഭാവം മൂലം ഉണ്ടാകുന്നത്. പിക്ചർ ഓഫ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്നിങ് പ്രോട്ടീൻ ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ദം ആൻഡ് റൈറ്റ്. അതായത് എന്താണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്, എന്താണ് നമ്മുടെ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഭക്ഷ്യവസ്തുക്കളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ചിലതിൻ്റെ പേരുകൾ നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് എന്തെഴുതാം, ഇത് ചെറുപയറാണ് ഒന്നാമത്തെ, അപ്പം മൂങ് ദാൽ എന്ന് എഴുതാം. അതുപോലെ തന്നെ പനീർ, അതുപോലെ തന്നെ നട്ട്സ്, പീനട്ട്സ്, അതുപോലെ തന്നെ മീറ്റ്, ഫിഷ്, എഗ്ഗ്, മിൽക്ക്. Which food items among this are included in our diet? അതായത് നമ്മുടെ ഡയറ്റിൽ ഏതൊക്കെ ഫുഡ് ഐറ്റംസ് ആണ് നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? നമ്മളിപ്പോൾ പറഞ്ഞതൊക്കെ നമ്മൾ മീൻ, അതുപോലെ തന്നെ ഇറച്ചി, പാല്, മുട്ട, അതൊക്കെ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. There are many of vegetarians among you. അപ്പോൾ നമ്മളിൽ തന്നെ അതായത് പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവരുമുണ്ട്. അപ്പോൾ what food items are to be included in their diet to compensate the deficiency of protein? അതായത് ഈ പ്രോട്ടീൻ്റെ കുറവ് അവർക്ക് ഏതൊക്കെ ആഹാരങ്ങളിൽ നിന്നാണ് ഉൾപ്പെടുത്താൻ പറ്റുന്നത്? ഫൈൻഡ് ഔട്ട് മോർ ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്നിങ് പ്രോട്ടീൻസ് ആൻഡ് റൈറ്റ് ദം ഇൻ സയൻസ് ഡയറി. അതായത് അങ്ങനത്തെ, അതായത് മാംസം അല്ലെങ്കിൽ പച്ചക്കറികൾ മാത്രം കഴിക്കുന്നവർക്ക് എങ്ങനെയാണ് ഈ പ്രോട്ടീൻ ഉണ്ടാകുന്നത്? അവർ നന്നായിട്ട് ഈ പൾസസ്, അതുപോലെ തന്നെ മൈസ്, ബ്രൊക്കോളി, സോയാബീൻ എന്നിവ ഒക്കെ കഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രോട്ടീൻ ഡെഫിഷ്യൻസി ഒരു പരിധി വരെ ഇല്ലാണ്ടാക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്കിപ്പോൾ പ്രോട്ടീൻ പഠിച്ചു, കാർബോഹൈഡ്രേറ്റ് പഠിച്ചു. ഇനി അടുത്തത് എന്താണ്? ഫാറ്റ് ആണല്ലേ, കൊഴുപ്പാണ്. അപ്പോൾ നമുക്ക് ഫാറ്റിൻ്റെ ഭാഗം പഠിക്കാം. ലൈക്ക് കാർബോഹൈഡ്രേറ്റ് ആൻഡ് പ്രോട്ടീൻ, ഫാറ്റ് ഈസ് ഓൾസോ എസെൻഷ്യൽ ഫോർ അവർ അസ്. അതായത് നമുക്ക് ഫാറ്റും വളരെയധികം അത്യാവശ്യമായിട്ടുള്ളതാണ് മറ്റുള്ളതിനെ പോലെ തന്നെ. ഇഫ് വി കൺസ്യൂം ഈക്വൽ എമൗണ്ട് ഓഫ് കാർബോഹൈഡ്രേറ്റ്, പ്രോട്ടീൻ ആൻഡ് ഫാറ്റ്, വി വിൽ ഗെറ്റ് മോർ എനർജി ഫ്രം ഫാറ്റ്. അതായത് നമ്മൾ ഈ കാർബോഹൈഡ്രേറ്റ്, അതുപോലെ തന്നെ പ്രോട്ടീൻ ഒക്കെ എടുത്താൽ ഏറ്റവും കൂടുതൽ നമുക്ക് എനർജി ലഭിക്കുന്നത് ഏതിൽ നിന്നാണ്? ഫാറ്റിൽ നിന്നാണ്. How can we find out whether the food item we eat containing fat? എങ്ങനെയാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാക്കുന്നത്? എങ്ങനെയാണ്? Do this activity to find out the presence of food in our diet. അതായത് നമ്മൾ പറഞ്ഞു സ്റ്റാർച്ച് ഉണ്ടോ എന്ന് കണ്ടുപിടിക്കാൻ ഐഡിൻ ടെസ്റ്റ് നടത്തി. അപ്പോൾ ഇതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ കൊഴുപ്പ് അല്ലെങ്കിൽ ഫാറ്റ് ഉണ്ടോ എന്ന് നോക്കാനുള്ള ഒരു പ്രവർത്തനം നമുക്ക് ചെയ്തു നോക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ, ടേക്ക് എ ഷീറ്റ് ഓഫ് പേപ്പർ ആൻഡ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഓയിൽ ഓൺ ഇറ്റ്. അതായത് ഒരു ഷീറ്റ് എടുത്തിട്ട് അതിൽ കുറച്ച് ഓയിൽ എടുക്കുക. ഒബ്സർവ് ദ പേപ്പർ, നമ്മൾ ആ പേപ്പർ നിരീക്ഷിക്കുക. ലൈക്ക് വൈസ് പുട്ട് എ ഡ്രോപ്പ് ഓഫ് ഗീ ഓൺ അനദർ പീസ് ഓഫ് പേപ്പർ. അതുപോലെ തന്നെ അടുത്തൊരു പേപ്പറിൽ, ഒരു ചെറിയ പേപ്പറിൽ കുറച്ച് നെയ്യ് ഇടുക. ഐഡൻറ്റിഫൈ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ബൈ ഒബ്സർവിങ് ദ ചേഞ്ച് ഇൻ ദ പേപ്പർ. അതായത് അതിൽ ഫാറ്റ് ഉണ്ടോ എന്ന് മനസ്സിലാകുന്നത് ആ പേപ്പറിൻ്റെ ചേഞ്ച് അനുസരിച്ചിട്ടാണ്. വെൻ ഗീ ആൻഡ് ഓയിൽ വെർ ആഡഡ്, അതായത് എണ്ണയും നെയ്യും ഒക്കെ പേപ്പറിൽ ഒഴിച്ചപ്പോൾ ഉണ്ടായ മാറ്റങ്ങൾ എന്താണ്, അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കൊഴുപ്പ്, അതായത് ഫാറ്റിൻ്റെ സാന്നിധ്യം ഉണ്ടോ എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയുന്നതാണ്. റിപ്പീറ്റ് ദ എക്സ്പെരിമെൻറ്റ് ബൈ റബ്ബിംഗ് ദ ഫുഡ് ഐറ്റംസ് ഗിവൺ ഓൺ ദ പേപ്പർ, ലിസ്റ്റ് ദം, ഡിസ്കസ് ആൻഡ് ഫൈൻഡ് ഔട്ട്സ്. അതായത് ഈ ഫുഡ് ഐറ്റംസ് കൊടുത്തിട്ടുണ്ട്, താഴെ കുറച്ച് അതിൻ്റെ ഒബ്സർവേഷൻസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ നിങ്ങളിതൊക്കെ ഒന്ന് ചെയ്ത് നോക്കാൻ ശ്രദ്ധിക്കുക. കാരണം അങ്ങനെ ചെയ്യുമ്പോഴായിരിക്കും കുറച്ചും കൂടി നിങ്ങൾക്ക് മനസ്സിൽ പതിയുന്നത്. ഇപ്പോൾ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ചിപ്സ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് മനസ്സിലാകും അതിൽ ഓയിൽ ഉണ്ടെന്ന്. അപ്പോൾ നമുക്ക് ഓയിലി ഓൺ പേപ്പർ എന്ന് എഴുതാം. റോ ബനാന, അതായത് പച്ച പഴത്തിന് അതിൽ ഓയിൽ ഉണ്ടാവില്ല, അപ്പോൾ നോ ഓയിൽ. ദെൻ ക്രഷ്ഡ് സിസമിൻ, അതായത് ചതച്ച എള്ള്, അതിലും ഓയിൽ ഉണ്ടാകും. ഡ്രൈഡ് കോക്കനട്ട്, ഉണങ്ങിയ തേങ്ങയിലും ഓയിൽ ഉണ്ടാകും. ക്രഷ്ഡ് ഗ്രൗണ്ട് നട്ട്, അതായത് ചതച്ചിട്ടുള്ള നിലക്കടല, അതിൽ ഓയിലി ഉണ്ടാകും. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് നോക്കാം. റൈറ്റ് ഓൺ ദ അനദർ ഫുഡ് ഐറ്റംസ് ദാറ്റ് യു ആർ ഫെമിലിയർ വിത്ത് ദാറ്റ് കണ്ടെയ്നിങ് ഫാറ്റ്. അതായത് നിങ്ങൾക്ക് അറിയാവുന്ന ഫാറ്റ് അടങ്ങിയിട്ടുള്ള മറ്റുള്ള ഫുഡ് ഐറ്റംസിൻ്റെ പേര് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ എഴുതിയാൽ മതി. ദെൻ ഡസ് ദ ലിസ്റ്റ് കണ്ടെയ്നിങ് ഫുഡ് ഐറ്റംസ് ലൈക്ക് ഓയിൽ, ഗീ, മീറ്റ്, എഗ്, കോക്കനട്ട്, സെസ്മിൻ, മസ്റ്റാർഡ്, ഗ്രൗണ്ട്നട്ട്, മിൽക്ക്, ബട്ടർ. വി ഗെറ്റ് ഫാറ്റ് ഫ്രം ദ പ്ലാന്റ്സ് ആൻഡ് അനിമൽസ് റിസോഴ്സസ്. അതായത് നമുക്ക് സസ്യങ്ങളിൽ, പ്ലാന്റുകളിൽ നിന്നും അതുപോലെ തന്നെ അനിമൽസുകളിൽ നിന്നും ഫാറ്റ് നമുക്ക് ലഭിക്കും. ഒബ്സർവ് ദ പിക്ചർ ഗിവൺ ബിലോ ആൻഡ് റൈറ്റ് ദെയർ നെയിംസ്. താഴെ കൊടുത്ത പിക്ചേഴ്സ് നോക്കിയതിന് ശേഷം അതിൻ്റെ പേരുകൾ എഴുതാനാണ്. ക്ലാസിഫൈ ദ ഗിവൺ പിക്ചേഴ്സ് ആസ് ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ആൻഡ് ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം അനിമൽസ്. അതായത് ഇതിൽ ഏതൊക്കെയാണ് നമുക്ക് പ്ലാന്റിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫാറ്റ്, അതുപോലെ തന്നെ ഏതൊക്കെയാണ് മൃഗങ്ങളിൽ നിന്ന് ലഭിച്ചിട്ടുള്ള ഫാറ്റ് എന്ന് തരം തിരിക്കാനുമുണ്ട്. അപ്പോൾ ആദ്യത്തേത് കോക്കനട്ട് ഓയിലാണ്, ദെൻ ഘീ ആണ്, ദെൻ അടുത്തത് എന്ന് പറയുന്നത് ഫിഷ് ഓയിലാണ്, ചീസ്, ദെൻ സൺഫ്ലവർ ഓയിൽ. അപ്പോൾ ഈ സൺഫ്ലവർ
ബട്ടറും കോക്കനട്ടും എന്ന് പറയുന്നത് ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം പ്ലാന്റ്സ് ആണ്. അതുപോലെ തന്നെ ഗീ എന്ന് പറയുന്നതും ചീസ് എന്നൊക്കെ പറയുന്നത് നമുക്ക് ഫാറ്റ് ഒബ്റ്റെയിൻ ഫ്രം എനിമൽ ആണ്. ഓക്കെ, അപ്പം ഞാനിവിടെ ബോക്സിൽ എഴുതി കൊടുത്തിട്ടുണ്ട്. ദെൻ മെജോറിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ലൈക്ക് വെജിറ്റബിൾസ്, റൈസ്, വീറ്റ് എക്സെട്ര കണ്ടെയ്ൻ സ്മോൾ എമൗണ്ട് ഓഫ് ഫാറ്റ്. അതായത് ഈ പച്ചക്കറികളിലും അതുപോലെ തന്നെ അരിയിൽ അതുപോലെ തന്നെ ഗോതമ്പിലൊക്കെ കുറച്ച് അളവിൽ മാത്രമാണ് നമുക്ക് ഫാറ്റ് ഉണ്ടാവുകയുള്ളൂ. നമുക്കിനി അടുത്ത ടോപ്പിക്കായ കൊളസ്ട്രോൾ. ഹാവ് യു ഹിയർഡ് ഡോക്ടർ അഡ്വൈസ് not to eat too much fatty food? What could be the reason? Cholesterol is a form of fat. A moderate amount of cholesterol is required for the body. If there is excess cholesterol in the blood, it gets deposited in the inner wall of blood vessels and prevent blood flow. This may cause fatal diseases like stroke and heart failure. അതായത് നമ്മളോട് പറയാറുണ്ട് ഒരുപാട് നമ്മൾ എന്തൊക്കെ പറയുക ഫാറ്റ് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും ഈ കൊളസ്ട്രോൾ അല്ലെങ്കിൽ അമിതമായിട്ടുള്ള ഈ ഫാറ്റി ഫുഡ്സ് ഒന്നും കഴിക്കരുതെന്ന് ഡോക്ടേഴ്സ് പറയാറുണ്ട്. അതിന് റീസൺ എന്താണ്? അതായത് ഈ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഈ ഫാറ്റ് എന്ന് പറയുന്നത് ഒരു തരത്തിലൊരു കൊളസ്ട്രോളിൻ്റെ ഒരു രൂപമാണ്. അതായത് അതെന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന് കുറച്ചൊക്കെ ആവശ്യമാണ്, എന്നാൽ അത് കൂടുതലാകുന്നതും അത്ര നല്ലതല്ല. കാരണം കൊളസ്ട്രോൾ എന്ന് പറയുന്നത് കൂടുതലായിട്ടുണ്ടെങ്കിൽ അത് നമ്മുടെ ബ്ലഡിലേക്ക്, അതായത് എക്സസ് ആയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ബ്ലഡിലാക്കിയിട്ട് അത് ബ്ലഡിൻ്റെ ഇന്നർ വാളുകളിൽ പോയിട്ട് ഡെപ്പോസിറ്റ് ചെയ്തിട്ട് എന്തായിട്ട് മാറും, രക്തത്തിന് ഒഴുക്കിനൊക്കെ തടസ്സപ്പെടുകയും അതുപോലെ തന്നെ നമുക്ക് ഹാർട്ട് ഫെയിലിയറും സ്ട്രോക്കും ഒക്കെ ഉണ്ടാകും. അപ്പോൾ കൊളസ്ട്രോൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫാറ്റി ഫുഡ്സ് നമ്മൾ അധികമായിട്ട് കഴിക്കരുത്, ഒരു ലിമിറ്റ് വെച്ചിട്ട് വേണം കഴിക്കാൻ. നെക്സ്റ്റ് ടോപ്പിക് വിറ്റമിൻസ് ആണ്. ഹാവ് യു ഹിയർഡ് ഓഫ് വിറ്റമിൻസ്? നിങ്ങൾ കേട്ടിട്ടുണ്ടോ വിറ്റാമിനുകൾ എന്ന് പറയുന്നത്? വിറ്റാമിൻസ് ആർ എസെൻഷ്യൽ ന്യൂട്രിയൻസ് റിക്വയർഡ് in small quantity for the growth and health of our body. നമ്മുടെ ശരീരത്തിനും അതുപോലെ നമ്മുടെ ആരോഗ്യത്തിനും വളരെയധികം ചെറിയ അളവിൽ നമുക്ക് ഈ വിറ്റമിൻസ് അത്യാവശ്യമായിട്ട് വേണ്ടതാണ്. ലെറ്റ്സ് അണ്ടർസ്റ്റാൻഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് വിറ്റമിൻസ്. നമുക്ക് ഈ വിറ്റമിൻസിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇവിടെ ഒരു ഡൗട്ടാണ് ചോദിക്കുന്നത്. ഡോക്ടർ, മൈ സൺസ് ഗം ബ്ലീഡ്സ് whenever he brush his teeth and chew solid food. What is the reason? അതായത് ആ കുട്ടിയോട് പറയാം, എൻ്റെ മകന് പല്ല് തേക്കുമ്പോഴും അതുപോലെ തന്നെ സോളിഡ് ഫുഡ് കട്ടിയുള്ള ഭക്ഷണങ്ങൾ കഴിക്കുമ്പോഴും അല്ലെങ്കിൽ ചവയ്ക്കുമ്പോഴും ഒക്കെ ഈ മോണയിൽ നിന്ന് രക്തം വരികയാണ്. എന്താണ് ഇതിന് കാരണം എന്ന് പറയുകയാണ്. ഇപ്പോൾ ഡോക്ടർ പറയാണ്, ബ്ലീഡിംഗ് കം മേ ബി ഡ്യൂ ടു ദ വിറ്റമിൻ ഡെഫിഷ്യൻസി. ഫുഡ് റിച്ച് ഇൻ വിറ്റമിൻ സി ഷുഡ് ബി ടേക്കൻ അലോങ് വിത്ത് മെഡിസിൻസ്. അതായത് ഇങ്ങനെ ഉണ്ടാകുന്ന ഈ വിറ്റമിൻസിൻ്റെ കുറവ് മൂലമാണ്. അപ്പം നിങ്ങൾ മരുന്നിനോടൊപ്പം തന്നെ വിറ്റമിൻ സി അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ ധാരാളം ഫുഡ് ഐറ്റംസ് നന്നായി കഴിക്കുക എന്ന് പറയുകയാണ്. അപ്പോൾ ആ കുട്ടി ചോദിക്കുന്ന ഒരു ഡൗട്ടാണ്, ഡോക്ടർ ആർ ദർ വിറ്റമിൻ ലൈക്ക് എ ആൻഡ് ബി? അതായത് അപ്പോൾ വിറ്റമിൻ എയും ബിയും ഒക്കെ ഉണ്ടോ ഡോക്ടർ എന്ന് പറയുകയാണ് ഈ കുട്ടി. അതായത് ഡു യു ഹാവ് ദ സെയിം ഡൗട്ട്? അതായത് ഈ കുട്ടിയുടെ സംശയം നിങ്ങൾക്കുമുണ്ട്. അതായത് പറഞ്ഞത് വിറ്റമിൻ സി കഴിക്കാനാണ്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും വിറ്റമിൻ എ ബി ഒക്കെ ഉണ്ടാകുന്ന ഒരു ഡൗട്ട് എന്തായാലും നമുക്ക് വരുന്നതാണ്. അനലൈസ് ദ ടേബിൾ ഗിവൺ ബിലോ ആൻഡ് ടു അണ്ടർസ്റ്റാൻഡ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വിറ്റമിൻസ് ആൻഡ് ദെയർ സിഗ്നിഫിക്കൻസ്. അതായത് താഴെ നമുക്ക് വിറ്റമിൻസും അതിൻ്റെ പ്രാധാന്യത്തെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുള്ള ഒരു ടേബിൾ കൊടുത്തിട്ടുണ്ട്. അപ്പം നോക്കാം. അപ്പോൾ നമുക്ക് ആ ടേബിൾ നോക്കാം. വിറ്റമിൻ എ, അതിൻ്റെ സിഗ്നിഫിക്കൻറ്റ് അതായത് പ്രാധാന്യം എന്താണ്? മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ഐസ്, സ്കിൻ ആൻഡ് ഹെയർ. അതായത് കണ്ണിൻ്റെയും അതുപോലെ തന്നെ തൊലിയുടെയും അതുപോലെ തന്നെ മുടിയുടെയും ഒക്കെ ആരോഗ്യത്തിനാണ് വിറ്റമിൻ എ. വിറ്റമിൻ ബി മെയിൻറ്റെയിൻസ് ദ ഹെൽത്ത് ഓഫ് ബ്രെയിൻ, നെർവ്സ്, ഹാർട്ട് ആൻഡ് സ്കിൻ. വിറ്റമിൻ സി ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്, ഗം, ബ്ലഡ് വെസൽസ് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അപ്പോൾ നമ്മളിപ്പോൾ നേരത്തെ ആ കുട്ടിയുടെ സംശയമുണ്ട് വിറ്റമിൻ സി ആയിരുന്നു. ദെൻ വിറ്റമിൻ ഡി എന്ന് പറയുന്നത് ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ്, ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി. അതുപോലെ തന്നെ വിറ്റമിൻ ഇ ഫോർ ദ പ്രോപ്പർ ഫങ്ഷനിങ് ഓഫ് നെർവ്സ്. അതായത് നെർവുകളുടെ ശരിയായ പ്രവർത്തനത്തിനാണ് വിറ്റമിൻ ഇ എന്ന് പറയുന്നത്. ദെൻ വിറ്റമിൻ കെ എന്ന് പറയുന്നത് ഫോർ ബ്ലഡ് ക്ലോട്ടിംഗ് വെൻ വോൺസ് ഒക്കർ. അതായത് നമുക്ക് മുറിവുണ്ടാകുമ്പോൾ രക്തം കട്ട പിടിക്കുന്നതിന് വേണ്ടിയിട്ടാണ് നമുക്ക് വിറ്റമിൻ കെ എന്ന് പറയുന്നത്. ആൻഡ് വിച്ച് വിറ്റമിൻസ് ആർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ആൻഡ് സ്കിൻ. അതായത് ഹെൽത്തിനും സ്കിന്നിനും വേണ്ടിയിട്ടുള്ളതായതാണ് വിറ്റമിൻ എയും വിറ്റമിൻ ബിയുമാണ്. ദെൻ ബി, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് യു ഡോണ്ട് ഗെറ്റ് അഡ്വക്കേറ്റ് ക്വാണ്ടിറ്റി ഓഫ് വിറ്റമിൻ ഡി. അതായത് വിറ്റമിൻ ഡി നന്നായിട്ട് ലഭിച്ചില്ലെങ്കിൽ എന്താണ് വരിക? ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത്, ഫോർ ഇമ്മ്യൂൺ സിസ്റ്റം വീക്കൺ ആയിട്ടാണ് സംഭവിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഹാവ് യു അനലൈസ് ദ ടേബിൾ? നിങ്ങൾ ഈ ടേബിൾ മനസ്സിലാക്കിയിട്ടില്ലേ? പ്രിപ്പയർ എ നോട്ട് ഓൺ വിറ്റമിൻസ് ആൻഡ് പ്രസൻറ്റ് ഇൻ ഇറ്റ് ക്ലാസ്. അതായത് ഇതിനെക്കുറിച്ചിട്ടൊരു നോട്ട് എഴുതാനാണ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ട് നിങ്ങൾ എഴുതിയാലും മതി.
ഫോർ ഫർദർ റീഡിങ്. അപ്പോൾ ഇത് അധിക വായനയാണ്, ഇത് ഇമ്പോർട്ടൻ്റ് അല്ല. വിറ്റമിൻ ഡി ആൻഡ് ബി കോംപ്ലക്സ് ആണ്. അപ്പോൾ എന്താണെന്ന് നോക്കാം. വിറ്റമിൻ ഡി ഈസ് ഒബ്റ്റെയിൻ ഫ്രം സൺലൈറ്റ്, അതായത് സൂര്യപ്രകാശത്തിൽ നിന്നാണ് നമുക്ക് വിറ്റമിൻ ഡി ലഭിക്കുന്നത്. ട്രേസ് എമൗണ്ട് ഓഫ് ഇറ്റ് ഓൾസോ ഒബ്റ്റെയിൻ ഫ്രം എമൗണ്ട്, അതായത് ചെറിയ അളവിൽ നമുക്ക് ഭക്ഷണത്തിൽ നിന്ന് ലഭിക്കും. ദിസ് വിറ്റമിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഹെൽത്ത് ഓഫ് ബോൺസ് ആൻഡ് ടീത്ത് ആൻഡ് ഫോർ ഇമ്മ്യൂണിറ്റി, അതായത് ഇത് നമ്മുടെ ആരോഗ്യമുള്ള എല്ലുകൾക്കും അതുപോലെ തന്നെ പല്ലുകൾക്കും ഇമ്മ്യൂണിറ്റിക്കും ഒക്കെ ആവശ്യമാണ്. ഡ്യൂ ടു ദ ഡെഫിഷ്യൻസി ഓഫ് വിറ്റമിൻ ഡി ദ ബോൺ ഇൻ ചിൽഡ്രൻ ബിക്കം സോഫ്റ്റ് ആൻഡ് ബ്രിട്ടിൽ, അതായത് നമ്മുടെ ഈ എല്ലുകളുടെയും അതുപോലെ തന്നെ പല്ലുകളുടെയും ആരോഗ്യത്തിനും അതുപോലെ തന്നെ രോഗപ്രതിരോധ ശേഷിക്കും ഏറ്റവും വളരെ ആവശ്യമായിട്ടുള്ളതാണ് ഈ വിറ്റമിൻ എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ വിറ്റമിൻ ഡിയുടെ കുറവ് മൂലം കുട്ടികളിൽ എല്ലുകളൊക്കെ ഇങ്ങനെ ദുർബലമായിട്ടും അങ്ങനെയൊക്കെ മാറുന്ന ഒരു അവസ്ഥയാണ്. അതിന് റിക്കറ്റ്സ് എന്നാണ് പറയുക. ദിസ് കണ്ടീഷൻ ഈസ് കോൾഡ് റിക്കറ്റ്സ് ആൻഡ് സൺലൈറ്റ് ഈസ് ഗുഡ് ഫോർ ഗെറ്റിംഗ് വിറ്റമിൻ. അപ്പോൾ സൺലൈറ്റ് വളരെ നല്ലതാണ് വിറ്റമിൻ ഡിക്ക്. ദെൻ ബി കോംപ്ലക്സ് ഈസ് എ ഗ്രൂപ്പ് ഓഫ് 8 ഡിഫറെൻറ്റ് വിറ്റമിൻസ് എസെൻഷ്യൽ ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ഓഫ് ബോഡി. അപ്പോൾ നമ്മുടെ ബോഡിയിലുള്ള ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനൊക്കെ വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ് ബി കോംപ്ലക്സ് എന്ന് പറയുന്നത്. 8 തരം വിറ്റമിൻസ് ആയിരിക്കും ഇതിലുണ്ടായിട്ടുണ്ടാവുക. It plays an important role in maintaining health. B complex is essential for cellular health, formation of red blood cells and eyesight, functioning of nerves and cardiac health. അതായത് ഇത് നമ്മുടെ എന്താണ് ഒരുപാട് ഇതിന് നല്ലതാണ്. അതായത് നമ്മുടെ ഈ കോശത്തിൻ്റെ ആരോഗ്യത്തിനും അതുപോലെ തന്നെ റെഡ് ബ്ലഡ് സെൽസിൻ്റെ വളർച്ചയ്ക്കും കാഴ്ച ശക്തികൾക്കും ഹൃദയ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾക്കും എല്ലാവർക്കും ബി കോംപ്ലക്സ് വളരെ ആവശ്യമാണ്. What food items should be included in the diet to prevent the physical issues caused by vitamin deficiency? Observe the table and identify the food items which containing different types of vitamins. Refer books and elaborate the list by adding more food items. അതായത് നമ്മുടെ ഈ വിറ്റമിൻ എ ബി സി അതൊക്കെ ഉള്ളത് ഏതിലൊക്കെയാണെന്ന് നമ്മളോട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിറ്റമിൻ എ ഉള്ളത് ഏതിലാണ്? ഫിഷ്, ക്യാരറ്റ് എന്ന് ഓർത്തിട്ടുണ്ട്. പിന്നെ ഏതൊക്കെ എഴുതാം? വാട്ടർമെലൻ, അതുപോലെ തന്നെ ബ്രൊക്കോളി, അതുപോലെ തന്നെ സ്വീറ്റ് പൊട്ടറ്റോ ഒക്കെ വിറ്റമിൻ എയുടെ ഉള്ളതാണ്. ദെൻ വിറ്റമിൻ ബിയുടെ എന്തൊക്കെയാണ്? മട്ട, റൈസ്, സ്പിനാച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഏതൊക്കെ? മിൽക്ക്, എഗ്ഗ്, ചിക്കൻ, ഓട്സ്, അതിലൊക്കെ വിറ്റമിൻ ബി ഉണ്ട്. ദെൻ വിറ്റമിൻ സി ഉള്ളത് ഗൂസ്ബെറി, ലെമൺ. ഇനി ഏതൊക്കെയാണ്? ഓറഞ്ച്, കോളിഫ്ലവർ, ടൊമാറ്റോ എന്നിവയിലുണ്ട്. ദെൻ വിറ്റമിൻ ഡി ഫിഷ്, എഗ്ഗ്, പിന്നെ ഏതാ? മിൽക്ക്, അതുപോലെ തന്നെ നമ്മുടെ ബീഫ്, അതിലൊക്കെ വിറ്റമിൻ ഡി ഉണ്ട്. വിറ്റമിൻ കെ എന്ന് പറയുന്നത് ഏതിലൊക്കെയാണ്? വിറ്റമിൻ കെ എന്ന് പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ, കുക്കുംബർ, ഗ്രീൻ ഗ്രേപ്സിലൊക്കെയാണുള്ളത്. എക്സാമിൻ വെദർ യു ഡെയിലി ഡയറ്റ് ഇൻക്ലൂഡ് ദ ഫുഡ് ഐറ്റംസ് മെൻഷൻ ഇൻ ദ ടേബിൾ. അപ്പോൾ നിങ്ങൾ ഒരു ദിവസം ഭക്ഷണം കഴിക്കുന്നതിലുള്ള ഭക്ഷ്യവസ്തുക്കൾ ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് നിങ്ങളൊന്ന് പരിശോധിക്കാനാണ്. ദെൻ അടുത്തത് എഡിബിൾ ലീവ്സ് ആൻഡ് ഫ്രൂട്ട്സ് ഒബ്റ്റെയിൻ ഫ്രം അവർ സറൗണ്ടിങ്സ് കണ്ടെയ്നിങ് വിറ്റമിൻസ് ഇൻ അബണ്ടൻറ്റ്. അതായത് നമ്മുടെ ചുറ്റുപാടിൽ നിന്ന് ലഭിക്കുന്ന ഇലകൾ അതുപോലെ തന്നെ പഴവർഗ്ഗങ്ങൾ എന്നിവയിൽ വിവിധ തരത്തിലുള്ള വിറ്റമിനുകൾ ധാരാളമായിട്ട് അടങ്ങിയിട്ടുണ്ട്. ഹാവിൻ യു നോട്ടീസ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫുഡ് ഐറ്റംസ് ലൈക്ക് മുരിങ്ങ ലീവ്സ്, സ്പിനാച്ച്, ഗുവ, പപ്പായ, മാംഗോ ഇൻ അവർ ഡയറ്റ്? Vitamin B and C are water soluble, whereas vitamin A, D, E and K are fat soluble. അതായത് വിറ്റമിൻ ബിയും സിയും എന്താണ്? അതായത് വെള്ളത്തിൽ ലയിക്കുന്നവ സൊല്യൂബിൾ ആയിട്ടുള്ള വിറ്റമിൻസുകളാണ്. പക്ഷെ വിറ്റമിൻ എ, ഡി, ഇ, കെ എന്നിവ എന്താണ്? ഫാറ്റിൽ മാത്രമാണ് ലയിക്കുന്നത്. അതാണ് അവിടെ പറയുന്നത്. ഇൻ ദ പ്രസൻസ് ഓഫ് ഫാറ്റ് ദി വിറ്റമിൻസ് വിൽ ബി നോട്ട് അബ്സോർബ് ബൈ ദ ബോഡി. അതായത് നമ്മുടെ ബോഡിയിൽ കൊഴുപ്പ് ഉണ്ടെങ്കിൽ കൊഴുപ്പിൻ്റെ അഭാവത്തിലാണ് ഈ വിറ്റമിൻസ് ശരീരത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുന്നത്. ഓക്കെ, ദെൻ ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻക്ലൂഡിങ് ഫാറ്റ്സ് ഇൻ ദ ഡയറ്റ്. അപ്പോൾ ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കി ഫാറ്റ് നമ്മുടെ ഭക്ഷണത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടിട്ടുള്ള ഒരു റോള് തന്നെയാണ് വഹിക്കുന്നത് എന്ന്. ഇനി അടുത്തതാണ് മിനറൽസ് ഇൻ ഫുഡ്. അതായത് ഫുഡിലുള്ള എന്തൊക്കെ ധാതുക്കളാണ്, മിനറൽസ് ആണ് ഉള്ളതെന്ന് നോക്കാം. All are requested to report at the auditorium. Iron tablets will supplied at 2 PM today. അതായത് ഒരു എന്താണ് മൈക്ക് അനൗൺസ്മെൻ്റ് ആണ്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിക്ക് എന്താണ് അയണിൻ്റെ ടാബ്ലറ്റ്സ് നൽകുന്നുണ്ട്. അപ്പോൾ എല്ലാവരും തന്നെ അപ്പോൾ എത്തിച്ചേരണമെന്ന് പറയുന്ന ഒരു അനൗൺസ്മെൻ്റ് ആണ്.
Did you notice the announcement? Why are iron tablets given to children? എന്തിനാണ് നമ്മൾ കുട്ടികൾക്ക് അയൺ ടാബ്ലറ്റ്സ് കൊടുക്കുന്നത്? അതായത് അവരുടെ അയൺ ഈസ് എ മിനറൽ. അയൺ എന്ന് പറയുന്നത് ഒരു ധാതു മിനറലാണ്. ആൻഡ് സച്ച് കൈൻഡ് ഓഫ് മിനറൽസ് എസെൻഷ്യൽ ഫോർ ദ പ്രോപ്പർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത് ഓഫ് അവർ ബോഡി. അപ്പോൾ അങ്ങനത്തെ മിനറൽസ് നമ്മുടെ വളർച്ചയ്ക്കും ആരോഗ്യത്തിനും ഒക്കെ വളരെയധികം പ്രധാനപ്പെട്ടതാണ്. വിച്ച് ആർ ദ മിനറൽസ് റിക്വയർഡ് ഫോർ അവർ ബോഡി? ഹൗ ഡു ദിസ് മിനറൽസ് സപ്പോർട്ട് അവർ ഗ്രോത്ത് ആൻഡ് ഹെൽത്ത്? അനലൈസ് the table and write them in science diary. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ട് സയൻസ് ഡയറിയിൽ എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ഈ ടേബിളിൽ എന്താണ് കൊടുത്തിട്ടുള്ളത്? അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മിനറൽസ്, ഫുഡ് ഐറ്റംസ്, സിഗ്നിഫിക്കൻസ്, അതിൻ്റെ പ്രാധാന്യവുമാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു മിനറലാണ് അയൺ. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ളത് ഫുഡ് ഐറ്റംസ് ഏതൊക്കെയാണ്? ലീഫി വെജിറ്റബിൾസ്, അതുപോലെ തന്നെ ജാഗരി, ശർക്കര, ഫിഷ്, ലിവർ, ഇതിലൊക്കെയാണ് അയൺ ധാരാളമായിട്ട് അടങ്ങിയിട്ടുള്ളത്. ദെൻ അതിൻ്റെ പ്രാധാന്യം, സിഗ്നിഫിക്കൻറ്റ് എന്ന് പറയുന്നത് പ്ലേ എ സിഗ്നിഫിക്കൻറ്റ് റോൾ ഇൻ ദ ഫോർമേഷൻ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ബ്ലഡ്. അതായത് ബ്ലഡിൽ ഹീമോഗ്ലോബിന് നിർമ്മാണത്തിൽ വളരെയധികം പ്രധാനപ്പെട്ടുള്ള ഒരു പങ്ക് വഹിക്കുന്നതാണ് എന്ത്? അയൺ എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു മിനറലാണ് എന്ത്? കാൽഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ അത് അടങ്ങിയിട്ടുള്ളത് ഏതിലൊക്കെയാണ്? എഗ്ഗ്, മിൽക്ക്, ലീഫി വെജിറ്റബിൾസ്, ഫിഷ് എന്നതിലാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹെൽപ്പ് ഇൻ ദ ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് എക്സെട്ര ആൻഡ് ഓൾസോ ഹെൽപ്പ് ഇൻ ബ്ലഡ് ക്ലോട്ടിങ്. അതായത് നമ്മുടെ എന്താ പറയുക, പല്ലുകളും ഒക്കെ ഉണ്ടാകുന്നതിന് വളരെയധികം ഹെൽപ്പ് ചെയ്യുന്നതാണ് കാൽഷ്യം എന്ന് പറയുന്നത്. ദെൻ അടുത്തത് അയഡിൻ ആണ്. അയഡിൻ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് സീ ഫുഡ്സിൽ, കടൽ വിഭവങ്ങളിലൊക്കെയാണ്. അതിൻ്റെ സിഗ്നിഫിക്കൻസ് എന്ന് പറയുന്നത് ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് തൈറോയ്ഡ് ഗ്ലാൻഡ്. അതായത് തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രവർത്തനത്തിനൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു മിനറലാണ് അയഡിൻ എന്ന് പറയുന്നത്. ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങളുണ്ട്. എന്തൊക്കെയാണ് ചോദ്യങ്ങൾ? Which minerals helps in the formation of hemoglobin? What food items should be included in the diet to get this mineral? ഏതാണ് ഹീമോഗ്ലോബിൻ? അയേൺ ആണല്ലേ. അപ്പോൾ അയേൺ ഫുഡ് ഐറ്റംസ് എന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസ്, ജാഗറി, ഫിഷ്, ലിവർ ആണ്. അപ്പോൾ ആ ടേബിൾ തന്നെ നമ്മൾ പഠിച്ചാൽ ഇതിൻ്റെ ഉത്തരം പെട്ടെന്ന് എഴുതാൻ പറ്റുന്നതാണ്. ദെൻ അടുത്ത ചോദ്യം, വൈ ഷുഡ് വി ഈറ്റ് സീ ഫുഡ്? എന്തിനാണ് നമ്മൾ സീ ഫുഡ് കഴിക്കുന്നത്? ഹെൽപ്സ് ഇൻ ദ ഫങ്ഷനിങ് ഓഫ് ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അതാണ്. അപ്പോൾ അതൊന്ന് വേണമെങ്കിൽ മാർക്ക് ചെയ്യണമെങ്കിൽ മാർക്ക് ചെയ്യാവുന്നതാണ്. Then അടുത്ത ക്വസ്റ്റ്യൻ, വാട്ട് ഹെൽത്ത് ഇഷ്യൂസ് വിൽ ഒക്കർ ഇഫ് വി അവോയ്ഡ് എഗ്, മിൽക്ക് ആൻഡ് ലീഫി വെജിറ്റബിൾസ്? എന്താണ്? നമുക്ക് അത് കഴിച്ചിട്ടുണ്ടെങ്കിൽ ഉണ്ടാകുന്നത് ഫോർമേഷൻ ഓഫ് ബോൺസ്, ടീത്ത് ഒക്കെയാണ്. അപ്പോൾ അത് ഉണ്ടാവാണ്ടിരിക്കുകയാണ് ചെയ്യുക. ഓക്കെ, അപ്പോൾ അതാണ് അതിൻ്റെ ചോദ്യങ്ങളുടെ ഉത്തരം എന്ന് പറയുന്നത്. ഇനിയൊരു ഫർദർ റീഡിംഗ് ആയിട്ട് കൊടുത്തിട്ടുണ്ട് ഹീമോഗ്ലോബിൻ. അപ്പോൾ ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത് എന്താണെന്നൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഹീമോഗ്ലോബിൻ ഈസ് എ പിഗ്മെൻറ്റ് പ്രസൻറ്റ് ഇൻ റെഡ് ബ്ലഡ് സെൽസ്. അതായത് റെഡ് ബ്ലഡ് സെൽസിൽ അടങ്ങിയിട്ടുള്ള ഒരു പിഗ്മെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത്? ഹീമോഗ്ലോബിൻ എന്ന് പറയുന്നത്. ഇറ്റ് ഇമ്പാർട്ട് റെഡ് കളർ ടു ദ ബ്ലഡ്. അതായത് നമ്മുടെ രക്തത്തിന് ചുവപ്പ് നിറം നൽകുന്നത് ഹീമോഗ്ലോബിൻ ആണ്. ഹീമോഗ്ലോബിൻ ക്യാരീസ് ഓക്സിജൻ ടു ദ സെൽസ് ആൻഡ് ബ്രിങ് ബാക്ക് കാർബൺ ഡൈ ഓക്സൈഡ്. ലോ ലെവൽ ഓഫ് ഹീമോഗ്ലോബിൻ ഇൻ ദ ബ്ലഡ് ലീഡ്സ് ടു ദ കണ്ടീഷൻ ഓഫ് അനീമിയ. അതായത് നമ്മുടെ ഹീമോഗ്ലോബിൻ നമ്മുടെ ശരീരത്തിൽ കുറയുമ്പോൾ അത് അനീമിയ എന്ന് പറയുന്ന ഒരു രോഗത്തിന് കാരണമാകുന്നുണ്ട്. ഇനി അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. അതായത് അപര്യാപ്തത രോഗങ്ങൾ എന്താണെന്ന് നോക്കാം. വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ ദ ബോഡി ഇൻ സ്മോൾ ക്വാണ്ടിറ്റീസ് ഓൺലി. അതായത് മിനറൽസും വിറ്റമിൻസും ഒക്കെ കുറച്ച് അളവിൽ മാത്രം മതി നമ്മുടെ ബോഡിക്ക്. ഹൗവർ ഇഫ് ദേ ആർ നോട്ട് അവൈലബിൾ ടു ദ ബോഡി ഇൻ ദ റിക്വയർഡ് ക്വാണ്ടിറ്റി, ഡെഫിഷ്യൻസി ഡിസീസസ് ആർ ബൗണ്ട് ടു മാനിഫെസ്റ്റ്. അതായത് എങ്കിലും അതിൻ്റെ വേണ്ടത്ര അളവ് നമുക്ക് ലഭിച്ചിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡെഫിഷ്യൻസി ഡിസീസസ് ഉണ്ടാകുന്നുണ്ട്. യു ഹാവ് ഓൾറെഡി ലേൺഡ് അബൌട്ട് ദ ഡിസീസസ് റിലേറ്റഡ് ടു പ്രോട്ടീൻ ഡെഫിഷ്യൻസി. അതായത് പ്രോട്ടീൻ ഡെഫിഷ്യൻസിയെ കുറിച്ചിട്ടുള്ള ഡിസീസസ് ഒക്കെ നമ്മൾ പഠിച്ചു. പേ അറ്റൻഷൻ ടു ദ വിറ്റമിൻസ് ഡെഫിഷ്യൻസി ഡിസീസസ് ലിസ്റ്റഡ് ബിലോ. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ അതായത് അതിൻ്റെ വിറ്റമിൻ അഭാവത്തിൽ മൂലമുണ്ടാകുന്ന രോഗങ്ങളെ കുറിച്ചിട്ടൊക്കെ കൊടുത്തിട്ടുണ്ട്. ഡെഫിഷ്യൻസി ഡിസീസസ് ആണ്. വിറ്റമിൻ എയുടെ അഭാവം മൂലമുണ്ടാകുന്നതാണ് നൈറ്റ് ബ്ലൈൻഡ്നെസ്. വിറ്റമിൻ ബിയുടെ മൂലമുണ്ടാകുന്നതാണ് ക്ലോസ്റ്റിറ്റി, അതായത് സ്വാലയിങ് ടങ്കി ആൻഡ് ടിംഗ്ലിംഗ് ഓഫ് സ്കിൻ ഓഫ് ടങ്ക്. അതായത് എന്താ പറയുക, നാവിൻ്റെ വിക്കലും അതുപോലെ നാവിലെ തൊലി ഇളകുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വായ്പുണ്ണും അതൊക്കെയാണ് ഉണ്ടാകുന്നത്. വിറ്റമിൻ സി എന്ന് പറയുന്നതിൻ്റെ ബ്ലീഡിങ് ഓഫ് ഗം, അതായത് സ്കർവി എന്ന് പറയും. അതായത് മോണയിൽ നിന്നുള്ള ബ്ലഡ് വരുന്ന ഒരു ഇതാണ്. വിറ്റമിൻ ഡിയുടെ മൂലമാണ് റിക്കറ്റ്സ്, അതായത് കണ എന്ന് പറയുന്ന ഒരു
രോഗമാണ് വരുന്നത്. അപ്പോൾ ഇനി അതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾ നോക്കാം. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റമിൻ കോസസ് സ്ക്രവി? ഏതാണ്? വിറ്റമിൻ സി ആണ്. വാട്ട് ഫുഡ് ഐറ്റംസ് വിൽ യു സജസ്റ്റ് ടു ഇൻക്ലൂഡ് ഇൻ ദ ഡയറ്റ് ഇഫ് സംവൺ ഇൻ ഹോം സഫേഴ്സ് ദ മൗത്ത് അഗ്ലർ? എന്താണ്? വായ്പുണ്ണ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫുഡ് കണ്ടെയ്നിങ് വിറ്റമിൻ ബി ആണ്. ദ ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസസ് നൈറ്റ് ബ്ലൈൻഡ്നെസ്? ഏതാണ്? വിറ്റമിൻ എ ആണ്. ഡെഫിഷ്യൻസി ഓഫ് വിച്ച് വിറ്റാമിൻ കോസസ് റിക്കറ്റ്സ്? ഏതാണ്? വിറ്റമിൻ ഡി. അനലൈസ് ദ ടേബിൾ ആൻഡ് റൈറ്റ് ഡൗൺ യുവർ ഇൻഫറൻസസ് ഇൻ യുവർ സയൻസ് ഡയറി. അപ്പോൾ നൈറ്റ് ബ്ലൈൻഡ്നെസ് എന്ന് പറയുന്നത് ഈസ് എ പൂർ വിഷൻ എക്സ്പീരിയൻസ് ഇൻ ഡിം ലൈറ്റ് ആൻഡ് നൈറ്റിലും അതുപോലെ മങ്ങിയ പ്രകാശത്തും എന്താണ് കാഴ്ച കാണാൻ കഴിയുന്നതിൻ്റെ കുറവാണ്. പേഴ്സൺസ് വിത്ത് നൈറ്റ് ബ്ലൈൻഡ്നെസ് ഹാവ് നോ ഇഷ്യൂ ഇൻ വിഷൻസ് ഡ്യൂറിങ് ഡേ ടൈം ഇൻ ബ്രൈറ്റ് ലൈറ്റ് അറ്റ് നൈറ്റ്. അതായത് ഇങ്ങനത്തെ ആളുകൾക്ക് പകലും അതുപോലെ തന്നെ നല്ല വെളിച്ചമുള്ള രാത്രിയിലും ഒന്നും കാഴ്ചയ്ക്ക് യാതൊരു വിധ പ്രശ്നവും മനസ്സിലാകില്ല. അടുത്തത് ഡെഫിഷ്യൻസി ഡിസീസസ് കോസ്ഡ് ബൈ ദ ലാക്ക് ഓഫ് മിനറൽസ് ഇൻ ദ ഗിവൻ ടേബിൾ. അനലൈസ് ദ ടേബിൾ ആൻഡ് ആൻസർ ദ ഫൈൻഡ് ദ ക്വസ്റ്റ്യൻസ്. അതായത് മിനറൽസും ഡെഫിഷ്യൻസി ഡിസീസസും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അയേണിൻ്റെ ഡെഫിഷ്യൻസി മൂലം ഉണ്ടാകുന്നതാണ് എന്ത്? അനീമിയ എന്ന് പറയുന്നത്. അയഡിൻ്റെ മൂലമുണ്ടാകുന്നതാണ് ഗോയിറ്റർ. കാൽഷ്യത്തിൻ്റെ കൂടെ ഉണ്ടാകുന്നതാണ് ഓസ്റ്റിയോപാരസ്റ്റോസിസ് എന്ന് പറയുന്ന ഒരു ഡെഫിഷ്യൻസി ഡിസീസസ്. ഇനി വിച്ച് ഡിസീസസ് ഈസ് കോസ്ഡ് ബൈ ദ ഡെഫിഷ്യൻസി ഓഫ് അയൺ? ഏതാണ്? അനീമിയ. ദെൻ വാട്ട് ഫുഡ് items that should be included in our diet to prevent goiter? Why? അതായത് ഗോയിറ്റർ ഉണ്ടാവാണ്ടിരിക്കാൻ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? അതായത് we should include iodine rich foods such as fish, egg, dairy products, spinach, coconut oil, etc. in our diet. അങ്ങനെ എഴുതാം. then അടുത്തത് what food items are to be included in our diet to prevent osteoporosis? Osteoporosis എന്ന് പറയുന്നത് തടയാൻ നമ്മൾ എന്താണ് ഉണ്ടാക്കേണ്ടത്? നമ്മൾ കാൽഷ്യം റിച്ച് ആയിട്ടുള്ള ഫുഡ് കഴിക്കുക എന്നതാണ്. why are the iron tablet supplements in school? എന്തിനാണ് നമ്മൾ അയൺ ടാബ്ലറ്റ് സപ്ലൈറ്റ്സ് എടുക്കുന്നത്? to prevent diseases like anemia in children. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് എഴുതാം. വേണമെങ്കിൽ നിങ്ങൾക്ക് എഴുതിയാൽ മതി, അല്ലെങ്കിൽ ഈ ടേബിൾ തന്നെ കണ്ടാൽ മനസ്സിലാകുന്നതാണ്. analyze the 2 tables given below. prepare a write-up on deficiency diseases and display in the bulletin board. ഫർദർ റീഡിംഗ് ആണ്. അപ്പോൾ ഇത് നമുക്ക് എക്സാമിന് വരാൻ സാധ്യതയില്ലാത്തതാണ് ആ ബോക്സ്. അപ്പോൾ നിങ്ങൾ വേണ്ടവർ നിങ്ങളൊന്ന് വായിച്ച് നോക്കുക. ഓക്കെ, അത് കമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ്. അതായത് പോഷകൾ ന്യൂട്രിയൻസിൻ്റെ മേലുള്ള കമ്പോണൻസ് എന്തൊക്കെയാണ് നോക്കാം. ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ് ദർ ആർ സർട്ടൈൻ അതർ കമ്പോണൻസ് ദാറ്റ് ആർ റിക്വയർഡ് ഫോർ അവർ ഹെൽത്ത്. അതായത് ന്യൂട്രിയൻസിൻ്റെ പോലെ തന്നെ മറ്റ് കുറച്ച് പ്രധാനപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ആരോഗ്യത്തിന് വളരെ അത്യാവശ്യമായിട്ടുള്ളതാണ്. ലെറ്റ്സ് സീ വാട്ട് ആർ ദേ. നമുക്ക് നോക്കാം അവ ഏതെല്ലാമാണെന്ന്. Cut a banana stem and observe the fiber in which other dietary fiber do you know? Why is essential to include fibers in diet? Discuss the not given. Write down your inferences in science diary. അതായത് നമ്മൾ ഈ വാഴപ്പിണ്ടിയിൽ അവിടെ ചിത്രം കൊടുത്തിട്ടുണ്ട് ബനാന സ്റ്റെം. അത് മുറിച്ച് നോക്കുമ്പോൾ അവയിൽ നാരുകൾ നമുക്ക് നിരീക്ഷിക്കാൻ കഴിയും. ആ നാരുകളിലുള്ളത് മറ്റേതെല്ലാം ഭക്ഷണ സാധനങ്ങളിലുണ്ടെന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ആഹാരത്തിന് നാരുകൾ ഉൾപ്പെടുത്തേണ്ടതിൻ്റെ ആവശ്യകത എന്താണ്? അതൊക്കെ താഴെ നമുക്കൊരു കുറിപ്പ് കൊടുത്തിട്ടുണ്ട്, അത് വായിച്ചു നോക്കാം. അപ്പോൾ ഫൈബേഴ്സ് എന്ന് പറയുന്നത് ഫൈബേഴ്സ് ആർ ദ സെല്ലുലോയിഡ്സ് അബ്റ്റെയിൻ ഫ്രം ദ പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൺ ബി ഡൈജസ്റ്റ് ബൈ അവർ ബോഡി. അതായത് എന്താണ് നമ്മുടെ ഫൈബേഴ്സ് എന്ന് പറയുന്നത് നമ്മുടെ സസ്യാഹാരത്തിൽ നിന്നൂടെ ലഭിക്കുന്നതും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിനെ ദഹിപ്പിക്കാൻ ഡൈജസ്റ്റ് ചെയ്യാൻ കഴിയുന്നതുമായിട്ടുള്ള ഒരു സെല്ലുലോയിഡാണ് എന്ത് ഫൈബേഴ്സ് എന്ന് പറയുന്നത്. ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയൻ കമ്പോണൻറ്റ്. അതായത് ഫൈബേഴ്സ് എന്ന് പറയുന്ന ഒരു ന്യൂട്രിയൻ്റ് ആയിട്ടുള്ള ഘടകമൊന്നുമല്ല. ഹൗവർ ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് ബൈ ഡൈജഷൻ ആൻഡ് എജക്ഷൻസ് ഓഫ് ഫീസസ് ത്രൂ എ ലാർജ് ഇൻഡസ്ട്രി. അപ്പോൾ എങ്കിലും അതിൻ്റെ ദഹനത്തിനും അതുപോലെ തന്നെ നമ്മുടെ ഈ വൻകുടലിൻ്റെ വിസർജ്ജ വസ്തുക്കളുടെ പുറംതള്ളലിനൊക്കെ വളരെ എളുപ്പമാക്കാൻ നമുക്ക് ഈ നാരുകൾ വഴി സഹായിക്കുന്നുണ്ട്. ദെൻ സീരിയൽസ് വിത്ത് ലീഫി വെജിറ്റബിൾസ് ദെൻ ബനാന സ്റ്റെം ബനാന ഫ്ലവർ എക്സെട്ര കണ്ടെയ്ൻ ഫൈബേഴ്സ് ഇൻ അബൻഡൻറ്റ്. അതായത് നമ്മുടെ ഇലക്കറികൾ അതുപോലെ തന്നെ പച്ചക്കറികൾ വാഴയുടെ വാഴപ്പിണ്ടി വാഴക്കൂമ്പ് എന്നിവയിൽ നിന്ന് വളരെയധികം ധാരാളമായിട്ടുള്ള ഫൈബേഴ്സ് ഉണ്ട്. ആസ്ക് യുവർ പാരൻസ് അബൌട്ട് ദ ഡിഷ് പ്രിപ്പയർ ഔട്ട് ഓഫ് ബനാന സ്റ്റെം ഓർ ഫ്ലവർ ഇൻ ഹോം. ഡോണ്ട് യു ഫോർഗെറ്റ് ഇൻക്ലൂഡ് ഇൻ ദവർ ഡയറ്റ്. അതായത് അച്ഛനോടും അമ്മയോടൊക്കെ ചോദിച്ചിട്ട് വാഴയുടെ പിണ്ടിയോ കൂമ്പോ ഉപയോഗിച്ച് നിങ്ങളുടെ വീട്ടിൽ എന്തൊക്കെയാണ് ഉണ്ടാക്കുന്നത് എന്നത് മനസ്സിലാക്കിയിട്ട് അത് നിങ്ങളുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താനാണ് പറഞ്ഞിട്ടുള്ളത്. ഇവിടെ എന്താണ് കൊടുത്തിരിക്കുന്നത്? ഒബ്സർവ് ദ പിക്ചർ. ആ പിക്ചർ നിരീക്ഷിക്കാനാണ്. അത് മാംഗോയും അതുപോലെ മാംഗോ ജ്യൂസുമാണ്. ഡിഡ് യു സീ ദ മാംഗോ സ്ലൈസ് ആർ സ്ട്രെയിനഡ് ബൈ മാംഗോ ജ്യൂസ് വിച്ച് ആർ മോർ ഫൈബർ? വൈ? ഡിസ്കസ്. വോണ്ട് യു ട്രൈ ടു ഈറ്റ് ഹോൾ ഫുഡ്സ് ലൈക്ക് മാംഗോ ഓറഞ്ച് ആപ്പിൾ ഇൻസ്റ്റെഡ് ഓഫ് ദെയർ ജ്യൂസ്. അപ്പോൾ എന്താണ് പറയുന്നത്? അപ്പോൾ ഇവിടെ
മാങ്ങ കഷ്ണങ്ങളും അതുപോലെ തന്നെ എന്താ കൊടുത്തിട്ട് അരിച്ചെടുത്തിട്ടുള്ളത്. ഇതിൽ ഏതിലാണ് കൂടുതൽ നാരുകൾ ഉണ്ടാവുക? അതായത് നമ്മുടെ മാംഗോ സ്ലൈസിലായിരിക്കും. അത് കാരണം അത് നമ്മൾ ഈ ജ്യൂസ് അടിക്കുമ്പോൾ അതിൽ നിന്ന് നമ്മൾ നന്നായി പിഴിയൊക്കെ ചെയ്യുന്നില്ല, അതാണ്. ദെൻ ജലം, ഇനി അടുത്ത വാട്ടർ നോക്കാം. ഡോണ്ട് യു നോ അബൌട്ട് 70% ഓഫ് അവർ ബോഡി ഈസ് കംപ്രൈസ്ഡ് വിത്ത് വാട്ടർ. വാട്ടർ ഈസ് എസെൻഷ്യൽ ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ, എക്സ്ട്രിയേഷൻ. വാട്ടർ ഈസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്. So we must drink plenty of pure water. Children should be least drink 10 to 12 glass of water a day. Vegetables like tomato, cucumber, watermelon contain plenty of water. When you include in them food, അതായത് നമ്മുടെ ബോഡിയിൽ 70% ജലമാണെന്ന് നമുക്കറിയാം. അതുപോലെ നമ്മുടെ ദഹനവും വിസർജനവും തുടങ്ങിയ എല്ലാവിധ ശാരീരിക പ്രവർത്തനങ്ങൾക്കും വളരെയധികം അത്യാവശ്യമാണ് വെള്ളം എന്ന് പറയുന്നത്. വെള്ളം എങ്ങനെയാണ് ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെടുക? വിയർപ്പും മൂത്രവും മൂലമാണ്. യൂറിൻ ആൻഡ് സ്വെറ്റ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ധാരാളമായിട്ട് ശുദ്ധവെള്ളം കുടിക്കണം. ഒരു കുട്ടി എന്ന നിലയിൽ നിങ്ങൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വരെ വെള്ളം കുടിക്കണം എന്നാണ് പറയുന്നത്. ഈ ബാലൻസ്ഡ് ഡയറ്റ് എന്താണെന്ന് നോക്കാം. എന്താണ് ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്? ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ എ ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, ദെൻ വൈറ്റമിൻസ്, മിനറൽസ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി. നല്ലൊരു ആരോഗ്യ നിലനിർത്തണമെങ്കിൽ നമ്മൾ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണം. നമ്മൾ പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റ്സും അതുപോലെ തന്നെ ഫാറ്റും വിറ്റമിൻസും മിനറൽസും ഒക്കെ അടങ്ങിയിട്ടുള്ളൊരു ഭക്ഷണക്രമം നമ്മൾ സ്വീകരിക്കേണ്ടത് വളരെയധികം അത്യാവശ്യമാണ്. ദെൻ സച്ച് ഡയറ്റ് ഈസ് കോൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനത്തെ ഉള്ള ഡയറ്റിനെയാണ് നമ്മൾ ബാലൻസ്ഡ് ഡയറ്റ് എന്ന് പറയുന്നത്. ഈസ് ദർ എ സിംഗിൾ ഫുഡ് ഈസ് ഡിസ്കസ് ഏർലിയർ ദാറ്റ് കണ്ടെയ്നിങ് ഓൾ ദ ന്യൂട്രിയൻസ് ഇൻ അഡിക്വേറ്റ് ക്വാണ്ടിറ്റി? നോ. ഡോണ്ട് വി കോമ്പൻസേറ്റ് ദ nutrient deficiency in one food items with another food? If so, shouldn't the food we eat be diverse? Earlier you have prepared menu for a day. Examine the menu and find out whether it is balanced diet. If it's not, make necessary changes in the diet and write down the table. അപ്പോൾ നമ്മൾ ആദ്യം ഈ പാഠം തുടങ്ങുമ്പോൾ നമ്മൾ എന്തൊക്കെയാണ് ഒരു ദിവസം കഴിക്കുന്നത് എന്ന് എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നല്ലൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ അല്ലെങ്കിൽ അതിൽ വന്ന് നെസസറി ചേഞ്ചസ് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് അടുത്ത പേജിൽ നമുക്ക് കൊടുത്തിട്ടുണ്ട് ചേഞ്ചസ് ടു ബി ആഡഡ് ഇൻ മൈ ഡയറ്റ് എന്ന് പറയുന്ന ഒരു ബോക്സ്. അപ്പോൾ അത് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ മാത്രം വരുത്തിയാൽ മതി. നിങ്ങളുടെ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ആണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ. അപ്പോൾ നമുക്കിനി അടുത്ത ഭാഗം നോക്കാം. മൈ ഫുഡ് പ്ലേറ്റ് എന്നതാണ്. ഹാവിൻ യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ നൺ ഓഫ് ന്യൂട്രിയൻ ഡിസ്കസ് സോ ഫാർ ഹാവ് ബി എക്സ്ക്ലൂഡഡ് ഫ്രം അവർ ഡയറ്റ്? എ സാമ്പിൾ വിച്ച് കണ്ടെയ്നിങ് ഓൾ ന്യൂട്രിയൻസ് ഈസ് ഗിവൺ ബിലോ. ഫൈൻഡ് ഔട്ട് ദ ക്വാണ്ടിറ്റി ഓഫ് ഫുഡ് ഐറ്റംസ് ടു ബി ടേക്കൻ ഇൻ എ ഡേ ഫ്രം പിക്ചർ. അതായത് ഈ ചിത്രത്തിൽ നോക്കിയിട്ട് ഒരു ദിവസം കഴിക്കേണ്ട ഭക്ഷണങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അളവൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ പിക്ചർ നമുക്ക് നോക്കാം. അപ്പോൾ ഇതിലെന്താണ് ഈ പിക്ചറിൽ കൊടുത്തിട്ടുള്ളത്? ഫുഡ് ഡയറ്റിൻ്റെ ഒരു മോഡലാണ്, ഫുഡ് പ്ലേറ്റിൻ്റെ ഒരു മോഡലാണ്. അപ്പോൾ ഇതിൽ പഴങ്ങൾ, ഫ്രൂട്ട്സ് എന്ന് പറയുന്നത് 100 ഗ്രാം ഒരു ദിവസം കഴിക്കണം. അതുപോലെ തന്നെ പൾസസ്, എഗ്, ഫിഷ്, മീറ്റ് 85 ഗ്രാമാണ്. പയറുവർഗ്ഗങ്ങൾ, മുട്ട, മത്സ്യം എന്നിവയൊക്കെ 85 ഗ്രാം. ദെൻ അതുപോലെ തന്നെ മിൽക്ക് കേർഡ് എന്ന് പറയുന്നത് 300 ml ആണ്. അതുപോലെ തന്നെ കാഷ്യൂനട്ട് സീഡ്സ്, അതായത് അണ്ടിപ്പരിപ്പ് വിത്തുകൾ, അത് 30 ഗ്രാം വേണം. കൊഴുപ്പ് എന്ന് പറയുന്നത്, ഫാറ്റ് എന്ന് പറയുന്നത് 27 ഗ്രാം വേണം. സീരിയൽസ്, ധാന്യങ്ങൾ 260 ഗ്രാം വേണം. ദെൻ വെജിറ്റബിൾസ് 40 ഗ്രാം വേണം. അപ്പോൾ ഇങ്ങനെ ആയിരിക്കണം നിങ്ങളുടെ ഒരു ദിവസം നിങ്ങൾ കഴിക്കേണ്ട ന്യൂട്രിയൻസ് ഒക്കെ അടങ്ങിയിട്ടുള്ള ഒരു ഫുഡ് പ്ലേറ്റ് എന്ന് പറയുന്നത്. Then അടുത്തത് prepare a food chart for a daily including all nutrients as per your food habit and exhibit in your home and class ആണ്. അപ്പോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ എന്തൊക്കെ എഴുതാം? നമുക്ക് റൈസ്, പൊട്ടാറ്റോ, കാർബോഹൈഡ്രേറ്റ് ആയിട്ട് എഴുതാം. ഫാറ്റിൽ ഗീ, ഫിഷ്, അതുപോലെ തന്നെ വിറ്റമിൻസിൽ ഗൂസ്ബെറി, പപ്പായ. നിങ്ങൾ എന്തൊക്കെയാണ് കഴിക്കുന്നത് അത് എഴുതിയാൽ മതി. ലൈറ്റ്, ലെമൺ, അതുപോലെ തന്നെ ക്യാരറ്റ്, അതുപോലെ തന്നെ മിനറൽസിൽ നമുക്ക് ഫ്രൂട്ട്സ്, സ്പിനാച്ച്, ലീഫി വെജിറ്റബിൾസ് എന്ന് എഴുതാം. പ്രോട്ടീനിൽ നമുക്ക് എന്തെഴുതാം? ഗ്രീൻ ഗ്രാം, അതുപോലെ തന്നെ മിൽക്ക്, എഗ്ഗ്, മീറ്റ്, ബീഫ്, അതൊക്കെ എഴുതാവുന്നതാണ്. അപ്പോൾ മൈ ഫുഡ് ചാർട്ട് ഫോർ എ ഡേ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഇതുപോലെ ഒരു ചാർട്ട് ഉണ്ടാക്കി നോക്കണം. Length and its calorie. Examine the menu of food noon meal for 5 days. Which food items are included in it? Discuss the menu with each day with teacher and examine food items and nutrient in them. Tabulate your findings. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിട്ടുള്ളത്? അതായത് ഇവിടെ ഉച്ചഭക്ഷണവും അതിൻ്റെ കലോറിയെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ 5 ദിവസത്തെ ഉച്ചഭക്ഷണത്തിൻ്റെ മെനു പരിശോധിക്കാനൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ സ്കൂളിൽ ചെയ്യേണ്ട ഒരു ആക്ടിവിറ്റിയാണ്. ഓക്കെ, ഡിഡ് യു നോട്ടീസ് ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദെയർ ന്യൂട്രിയൻസ് ഫോർ ഈച്ച് ഡേ? ഹാവ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മെനു ഫോർ noon meal the school is prepare and ensure the balanced diet for every child? അപ്പോൾ അതൊരു ബാലൻസ്ഡ് ഡയറ്റ് ആണോ എന്നൊക്കെ നോക്കാനാണ് പറഞ്ഞിട്ടുള്ളത്.
For further reading എന്ന് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. കലോറി എന്നാൽ എന്താണ്? അതായത് കലോറി ഈസ് എ യൂണിറ്റ് ദറ്റ് മെഷർ ദ എമൗണ്ട് ഓഫ് എനർജി ഇൻ ഫുഡ് ഐറ്റംസ്. അതായത് ഫുഡ് ഐറ്റംസിൽ ഉണ്ടാകുന്ന ഒരു എനർജിയെ കണക്കാക്കുന്ന ഒരു യൂണിറ്റ് ആണ് എന്തെന്ന് പറയുന്നത്? കലോറി എന്ന് പറയുന്നത്. എനർജി ഈസ് റിക്വയർഡ് ഫോർ ദ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, സർക്കുലേഷൻ എക്സെട്ര. നമ്മൾക്ക് ചെയ്യേണ്ട, അതായത് സർക്കുലേഷനും അതുപോലെ തന്നെ ശ്വസനത്തിനും ഒക്കെ വളരെയധികം അത്യാവശ്യമാണ് എനർജി എന്ന് പറയുന്നത്. എ മാൻ എൻഗേജ് ഇൻ physical activities required about 1900 to 2400 calories of energy per day. 1900 മുതൽ 2400 വരെയുള്ള എനർജി ഒരു ദിവസം വേണം. എ വുമൺ ഹാവിംഗ് physical activities like 160 to 2000 calories energy per day. A grown up child needs an average 1200 to 1400 calories of energy per day. അപ്പോൾ ഓരോരുത്തരുടെ കലോറിയുടെ കണക്കുകളാണ് അവിടെ കൊടുത്തിട്ടുള്ളത്. Then the child gives about 750 calorie of energy from noon meal. അതായത് 750 കലോറിയും ഒരു കുട്ടിക്ക് കിട്ടുന്നത് ഏതിലൂടെയാണ്? ഉച്ചഭക്ഷണത്തിലൂടെയാണ്. Make sure it get remaining amount of calorie from food items that eat other times. Can you suggest less expensive and nutrient dishes to improve the noon meal? അപ്പോൾ നമുക്ക് എങ്ങനെ മെച്ചപ്പെട്ടതും ചിലവ് കുറഞ്ഞതുമായിട്ടുള്ള ഒരു നല്ല ഡയറ്റ് എങ്ങനെ നമുക്ക് നിർദ്ദേശിക്കാം? അതായത് നമ്മൾ നല്ല റൈസ് ആൻഡ് എഗ് കറി, റൈസ് ആൻഡ് വെജിറ്റബിൾ കറി, റൈസ് ആൻഡ് ലീഫി വെജിറ്റബിൾ കറി, അതൊക്കെ നമുക്ക് ഇൻക്ലൂഡ് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തത് ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ്. അതായത് ന്യൂട്രിയൻസ് നഷ്ടപ്പെടാതിരിക്കാൻ നമുക്ക് എന്തൊക്കെ ചെയ്യാം? വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? നമ്മൾ ഭക്ഷണം കുക്ക് ചെയ്യുമ്പോൾ എന്തൊക്കെ പോസിബിലിറ്റീസ് ആണ് ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള കാരണങ്ങൾ? വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം, അതുപോലെ തന്നെ വെൻ ഓയിൽ ഈസ് യൂസ്ഡ് എക്സസീവ്ലി, വെൻ ഫുഡ് ഈസ് കുക്ക്ഡ് ഇൻ അൺഹൈജീനിക് പ്ലേസ്, അങ്ങനെയൊക്കെ നമുക്ക് ന്യൂട്രിയൻസ് നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട്. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് ബി നോട്ട് വാഷ്ഡ് ആഫ്റ്റർ കട്ടിങ് ദം? അപ്പോൾ അതായത് നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം പിന്നീട് മുറിച്ചതിന് ശേഷം കഴുകാൻ പാടില്ല എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന് ഇപ്പോൾ മനസ്സിലായില്ല. അപ്പോൾ നമ്മുടെ ന്യൂട്രിയൻസ് ഒക്കെ അതിൽ നിന്ന് പോവും, അതുകൊണ്ടാണ്. അതുപോലെ തന്നെ ഡിസ്കസ് വിത്ത് എൽഡേഴ്സ് ഇൻ യുവർ ഹോം ആൻഡ് മെഷേഴ്സ് ടു അഡോപ്റ്റ് ടു പ്രിവെൻറ്റ് ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് ഫ്രം ഫുഡ് ഐറ്റംസ്. റൈറ്റ് ദം ഇൻ യുവർ science diary. Haven't you understood the need to eat nutrient food for growing up healthy? Nutrient food is not only essential for the health but also it's our right. അത് നമ്മുടെ ആരോഗ്യം എന്ന് പറയുന്നത് നമ്മുടെ അവകാശമാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ പാഠത്തിൽ പഠിച്ചത്. അപ്പോൾ ഈ പാഠത്തിൽ കുറച്ചധികം വലിയ ചാപ്റ്ററാണ്, ഒരുപാട് കാര്യങ്ങൾ ഇതിൽ പഠിക്കാനുണ്ട്. അപ്പോൾ കൂട്ടുകാർ മെല്ലെ നിർത്തിയിട്ട് ഓരോ ചാപ്റ്റർ അല്ലെങ്കിൽ ഓരോ ടോപ്പിക്കും പഠിച്ച് കൃത്യമായിട്ട് വേണം ഈ ചാപ്റ്റർ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടത്. ഓക്കെ, നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി ഇതിൽ എന്താ പറയുക, നമുക്ക് ലെറ്റ്സ് ഇവാലുവേറ്റ് എന്ന് പറയുന്ന ഒരു സെക്ഷൻ ഉണ്ട്. അതിൽ 6 ക്വസ്റ്റ്യനും കൂടി ഉണ്ട്. അതും കൂടി കഴിഞ്ഞിട്ട് നമുക്ക് ഈ ചാപ്റ്റർ വൈൻഡപ്പ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതും കൂടി പെട്ടെന്ന് നോക്കാം. അപ്പോൾ ലെറ്റ് ആസസ് എന്ന് പറയുന്നത് നോക്കാം. ലെറ്റ് ആസസിൽ എന്താ പറയുന്നത്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്നിങ് ദം ഇൻ പ്ലെൻറ്റി ആർ ഗിവൺ ബിലോ, മാച്ച് ദം ഡ്രോയിങ് ലൈൻസ്. അപ്പോൾ കാർബോഹൈഡ്രേറ്റ്സ് ഏതിലാണ്? സീരിയൽസ് ആണ്. മിനറൽസ് എന്ന് പറയുന്നത് ലീഫി വെജിറ്റബിൾസ് ആണ്. ഫാറ്റ് എന്ന് പറയുന്നത് ഓയിലാണ്. പ്രോട്ടീൻ എന്ന് പറയുന്നത് പൾസസ് ആൻഡ് എഗ് ആണ്. അപ്പോൾ ഞാൻ വേഗം പറഞ്ഞു പോകുകയാണ്, കാരണം ഇതൊക്കെ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ആൻഡ് സെക്കൻഡ് ക്വസ്റ്റ്യൻ, വിച്ച് ഈസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസൻറ്റ് ഈറ്റ് കണ്ടെയ്നിങ് അയഡിൻ? നന്നായി കഴിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് ഗോയിറ്റർ എന്ന് പറയുന്ന അസുഖമാണ് വരുന്നത്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, അവർ ബോഡി കാൺ ഡൈജസ്റ്റ് ഫൈബർ, ഇഫ് സോ വൈ ഈസ് സെഡ് ദാറ്റ് വി ഷുഡ് ഈറ്റ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്നിങ് ഫൈബർ? അതായത് നമ്മുടെ ഫൈബേഴ്സ് നമ്മുടെ ബോഡിയിൽ ദഹിപ്പിക്കാൻ കഴിയില്ല, പിന്നെ എന്തിനാണ് നമ്മൾ ഫൈബേഴ്സ് അടങ്ങിയിട്ടുള്ള ഫുഡ് കഴിക്കുന്നത്? നമ്മൾ കഴിക്കുന്നത് ടു മേക്ക് ദ ഡൈജഷൻ പ്രോസസ് ഈസിയർ, നമുക്ക് ഡൈജഷൻ പ്രോസസ്സ് എളുപ്പമാക്കാൻ വേണ്ടിയിട്ടാണ്. ദെൻ ഫോർത്ത് ക്വസ്റ്റ്യൻ, വിച്ച് ന്യൂട്രിയൻ ഈസ് റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്? ഏതാണ്? കാൽഷ്യം ആണ്. അപ്പോൾ ഫുഡ് ഐറ്റംസ് വിച്ച് ന്യൂട്രിയൻ ഗെറ്റ്, ദാറ്റ് ഈസ് ലീഫി വെജിറ്റബിൾസ്, മുരിങ്ങ, മിൽക്ക്, എഗ് ഒക്കെ ആണ്. ദെൻ ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ, ദ ടീച്ചർ ഗേവ് മീ അയൺ ടാബ്ലറ്റ്സ് ടുഡേ ബട്ട് ഐ ഡിഡ്ന്റ് ഈറ്റ്, ഡു യു അഗ്രി വിത്ത് അരുണ വൈ? അതായത് അയൺ ടാബ്ലറ്റ്സ് ടീച്ചർ കൊടുത്തു, ഞാനത് കഴിക്കുന്നില്ല. ഈ അരുണ പറയുന്നതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഇല്ല അല്ലേ? ഡിസഗ്രി. ബിക്കോസ് അയൺ മെഡിസിൻസ് ടേക്സ് ടു പ്രിവെൻറ്റ് അനീമിയ ഇൻ ചിൽഡ്രൻസ്. അതായത് അനീമിയ വരുന്നത് ഹീമോഗ്ലോബിൻ്റെ അളവ് കുറയുമ്പോഴാണ്. അപ്പോൾ അത് വരാണ്ടിരിക്കണമെങ്കിൽ നമ്മൾ അയൺ ടാബ്ലറ്റ്സ് എന്തായാലും കഴിക്കണം. ദെൻ സിക്സ്ത് ക്വസ്റ്റ്യൻ, ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ ആണ്, വിറ്റമിൻസ് ആൻഡ് മിനറൽസ് ആർ റിക്വയർഡ് ബൈ അവർ ബോഡി ഇസ് ലെസ്സർ ക്വാണ്ടിറ്റീസ്, ഹence it is enough to include small quantities food items which contain them in our diet. This is children's opinion. Do you
യു അഗ്രി വിത്ത് ദിസ് വൈ? അതായത് നമ്മൾ ഈ വിറ്റമിൻസ് മിനറൽസ് നമ്മുടെ ശരീരത്തിന് കുറഞ്ഞ അളവിൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് തന്നെ നമ്മൾ ഭക്ഷ്യവസ്തുക്കളിൽ അടങ്ങിയിട്ടുള്ളതിൻ്റെ ആഹാരത്തിൽ കുറച്ച് മാത്രം ഉൾപ്പെടുത്തുന്നത് നമ്മുടെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയാൽ മതിയോ എന്നൊരു കുട്ടിയുടെ അഭിപ്രായമാണ്. ഇതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണ്? അഗ്രി, ബിക്കോസ് അവർ ബോഡി നീഡ്സ് ഓൺലി എ സ്മോൾ എമൗണ്ട് ഓഫ് വിറ്റമിൻസ് ആൻഡ് മിനറൽസ്. ശരിയാണല്ലോ, നമ്മുടെ ബോഡിക്ക് കുറച്ച് തന്നെ മതി. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞത്. അപ്പോൾ ഒരുപാട് വലിയ വീഡിയോയാണ്, 53 മിനിറ്റ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ സാവധാനം ഇരുന്ന് കാണേണ്ട വീഡിയോയാണ്. സമയമെടുത്തിട്ട് നിങ്ങൾ പാഠം ഓരോ ദിവസം സ്കൂളിൽ എടുക്കുന്നതിനനുസരിച്ച് നിങ്ങൾ പഠിച്ചാൽ മതി. ഓക്കെ, അപ്പോൾ ഇത് നിങ്ങൾ റെഫർ ചെയ്യുക. അതുപോലെ തന്നെ ആക്ടിവിറ്റീസും ഒക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കിത് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അതുപോലെ തന്നെ 6ാം ക്ലാസ്സിൻ്റെ മറ്റ് വീഡിയോസ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്, ഇംഗ്ലീഷും മലയാളവും അതുപോലെ തന്നെ സോഷ്യലും ബേസിക് സയൻസും ഒക്കെ. അപ്പോൾ ആവശ്യമായ കൂട്ടുകാർ പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്യുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.